ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗമരുതുമനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 19-ാം അധ്യായം, നമ്പേഴ്സ് ചാപ്റ്റർ 19. പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായി തീർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് എബ്രായലേഖനം 9-ാം അധ്യായമാണ്. എബ്രായലേഖനം 9-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് 14. ശബ്ദമുയർത്തി ആരെങ്കിലും ഒരാൾ വായിച്ചാട്ട്. പ്രൈസ് ഗാഡ്. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ നിർജീവ മനസ്സാക്ഷിയെ പോകെ ശുദ്ധീകരിക്കുന്നു. പഴയ നിയമത്തിൻ്റെ യാഗങ്ങൾ പ്രധാനമായിട്ട് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്നതായിരുന്നുവെങ്കിലും അത് മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെടുവാനിടയായി തീർന്നില്ല. വായിച്ചോട്ടെ 10-ാം അധ്യായം ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് നമ്പർ 22, 22-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗമെന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായി നമുക്ക് ശുദ്ധീകരണം തരുന്നതാണ്. നമ്മുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്നതാണ്. ആ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രത്യേകമായ യാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതാണ് നമ്പേഴ്സ്, സംഖ്യാപുസ്തകം ചാപ്റ്റർ 19, 19-ാം അധ്യായം. പ്രധാനമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ കടന്നു വരാതിരുന്നവർ നിങ്ങൾ നോട്ട് ചെയ്താട്ട് അതിന് ഹെഡിങ് നമ്മൾ കൊടുക്കുവാൻ സാധിക്കും, വാട്ടർ ഓഫ് സെപ്പറേഷൻ, വേർപാടിൻ്റെ വെള്ളം, വാട്ടർ ഓഫ് സെപ്പറേഷൻ. നമ്മൾ ചിന്തിക്കുന്നത് നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 19-ാം അധ്യായമാണ്. സംഖ്യാപുസ്തകം 19-ാം അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് വാട്ടർ ഓഫ് സെപ്പറേഷൻ. പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് ഒരു റെഡ് ഹൈഫർ, ഒരു ചുവന്ന പശുക്കിടാവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്താണ് ഈ പശുക്കിടാവിൻ്റെ പ്രത്യേകത? നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ഇത് ഒരു യാഗം തന്നെയാണ്. വേഴ്സ് 9, 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. വേഴ്സ് 9, നമ്പേഴ്സ് 19:9, 19-9. അത് ഒരു ഇറ്റ്സ് എ സിൻ ഓഫറിങ്. അതൊരു പാപയാഗമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി, ഏത് പാപയാഗമാകുന്നുവെങ്കിലും ആ പാപയാഗ മൃഗത്തെ ഇവിടെ കൊണ്ടുവരണം, യാഗപീഠത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം. യാഗപീഠത്തിൽ വെച്ചാണ് അതിനെ യാഗമാക്കേണ്ടത്. എന്നാൽ ഇവിടെ ഇതൊരു ടൈപ്പ് ഓഫ് പാപയാഗമാകുന്നുവെങ്കിൽ തന്നെയും ഇതിനെ യാഗമാക്കുന്ന സ്ഥലം സമാഗമന കൂടാരത്തിൽ വെച്ചല്ല, പിന്നെ എവിടെ വെച്ചാണ്? പാളയത്തിന് പുറത്ത് കൊണ്ടുവച്ചാണ് അതിനെ കൊല്ലുവാനിടയായി തീരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, ഈ മൃഗത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഏത് യാഗവും കർത്താവായ യേശുവിനെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഈ റെഡ് ഹീഫർ, ചുവന്ന പശുക്കിടാവ്, കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ റെഡ് ഹീഫർ ഒരു പാപയാഗമാണ് വെളിപ്പെടുത്തുന്നതെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപയാഗമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ സാധാരണപ്പെട്ട പാപയാഗത്തിന് മൃഗങ്ങളൊക്കെ ദേവാലയത്തിൽ, സമാഗമന കൂടാരത്തിൽ, താമ്രയാഗപീഠത്തിങ്കിൽ നിന്നുകൊണ്ട് അതിനെ കൊല്ലുമ്പോൾ ഈ പ്രത്യേകമായിരിക്കുന്ന യാഗത്തിന് പ്രത്യേകത താമ്രയാഗപീഠമല്ല, പാളയത്തിന് പുറത്ത്. അതിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി. പ്രധാനമായിട്ട് മറ്റ് സകല യാഗങ്ങളിലും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഈ യാഗത്തിനുള്ളതെന്ന് ഞാൻ പറയുകയുണ്ടായി. പ്രധാനമായിട്ട് ഈ യാഗമൃഗം നമ്മൾ ഒന്ന് പഠിക്കുമ്പോൾ ഇത് എന്തായിരിക്കണം? വായിച്ചോട്ടെ 19-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, വേഴ്സ് 2. ഇത് ഒരു ഇൻഡിവിജ്വൽ ദൈവത്തിന് മുൻപാകെ കൊണ്ടുവരേണ്ട ഒരു യാഗവസ്തുവല്ല, പിന്നെയോ ആസ് എ ഹോൾ, ഇസ്രയേൽ മുഴുവനായിട്ട്, ഇസ്രയേൽ മക്കൾ ഒന്നടങ്കമായിട്ട് ദൈവത്തിൻ്റെ പക്കൽ കൊണ്ടുവരേണ്ടതാണ് ഈ മൃഗത്തെ. നിങ്ങൾക്കറിയാം, ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമായിട്ട് പാപം ചെയ്ത വ്യക്തി അവൻ്റെ പാപത്തിന് വേണ്ടി ഒരു മൃഗവുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നു. ഒന്നുകിൽ കാളക്കിടാവാകാം, അല്ലെങ്കിൽ ആട്ടുകൊറ്റനാകാം, കോലാട്ടുകൊറ്റനാകാം, അല്ലെങ്കിൽ കുറുപ്രാവോ അല്ലെങ്കിൽ പ്രാവിൻ കുഞ്ഞും ആകാം. ഇത് വേരീസ്, ഇതിന് വ്യത്യാസമുണ്ടെങ്കിലും നമ്മൾ ഇവിടെ കാണുന്നത്, ഇവിടെ മസ്റ്റായിട്ട് ഒരു ഇൻഡിവിജ്വൽ കൊണ്ടുവരുന്നതല്ല, പിന്നെയോ ആസ് എ ഹോൾ, ഇസ്രയേൽ ദേശം മുഴുവനായിട്ട്, ഇസ്രയേൽ ഗോത്രം മുഴുവനായിട്ട്, ഇസ്രയേൽ മക്കൾ ഒന്നടങ്കമായിട്ട് ദൈവത്തിൻ്റെ മുൻപാകെ കൊണ്ടുവരേണ്ടതാണ് ഈ ചുവന്ന പശുക്കിടാവ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ഈ ചുവന്ന പശുക്കിടാവിൻ്റെ ഒരു പ്രത്യേകത ഇസ്രയേൽ മക്കളുടെ ചരിത്രം പഠിപ്പിക്കുന്നത്, അതിനകത്ത് 2 വെളുത്ത രോമമോ കറുത്ത രോമമോ ഉണ്ടെങ്കിൽ പോലും ഈ പശുക്കിടാവ് ഇതിന് യോഗ്യമല്ല. അത് പെർഫെക്റ്റ്
റെഡായിരിക്കണം. അപ്പോൾ ഇത് ഇസ്രായേൽ മക്കൾ ഒന്നടങ്കമായിട്ട് കൊണ്ടുവന്നു. 2, എന്താണ് ചുവപ്പ് വെളിപ്പെടുത്തി നമ്മൾ ചിന്തിച്ചു. ചുവപ്പ് എന്ന് പറയുന്ന ആദം എന്നുള്ള പേരിൻ്റെ അർത്ഥം റെഡ് എർത്ത്, ചുവന്ന മണ്ണുള്ളവൻ. അപ്പോൾ ഇവിടെ എന്തായിത്തീർന്നു? കർത്താവായ യേശുക്രിസ്തു ആദമിൽ നിന്ന് ജനിക്കപ്പെട്ടുവെന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ഒരു ചുവന്ന മേലങ്കി യേശുവിനെ ഇടിക്കുവാനായിട്ടിടയായിരുന്നു. ആ യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ തന്നെ ചുവപ്പ് നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ യേശു 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപായിട്ട് ഹർമഗദോൻ യുദ്ധത്തിന് കടന്നു വരുമ്പോൾ യെശയ്യാപ്രവചനം ഇപ്രകാരം പഠിപ്പിക്കുകയുണ്ടായി, നിന്റെ വസ്ത്രം ചുവന്നിരിക്കുന്നത് എന്ത്? യേശു എന്ത് ചെയ്തു? മറ്റുള്ള ശത്രുക്കളെ പരിപൂർണമായിട്ട് നശിപ്പിക്കുന്നു. അപ്പോൾ ചുവപ്പും കർത്താവായ യേശുവുമായിട്ട് വളരെ ബന്ധമുള്ളതായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണുവാനിടയായിത്തത്. 3, നമ്മൾ കണ്ടത് ഇതൊരു കളങ്കമില്ലാത്ത ഒരു പശുക്കിടാവാകണം. യാതൊരു കളങ്കവും ഇതിനകത്തുണ്ടാകുവാനിടയാകരുത്. 4ാമത്തെ പ്രത്യേകത പറഞ്ഞത് ഇത് നുകം വെക്കാത്തതായിരിക്കണം. ഇതിന്മേൽ ഒരു നുകം വെക്കരുത് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു ഒരു പാപയാഗമായി തീരുന്നത് ആരോ നിർബന്ധിച്ചിട്ടല്ല, പിന്നെയോ യേശു സ്വമനസാലെ ദൈവത്തിൻ്റെ മുൻപാകെ തന്നെ യാഗമായി തീർന്നു. യേശുക്രിസ്തുവിനെ കെട്ടിവെക്കുവാൻ, യേശുക്രിസ്തുവിനെ കെട്ടിക്കൊണ്ടുപോകുവാൻ യേശുക്രിസ്തു ആരെയും അനുവദിച്ചില്ലേ. കർത്താവായ യേശുക്രിസ്തുവിനെ പിടിക്കുവാൻ തക്കണം ഗത്സമന തോട്ടത്തിൽ കടന്നു വരുമ്പോൾ യേശു ഇപ്രകാരം പറഞ്ഞു, എന്നെയാണ് നിങ്ങൾ തിരയുന്നുവെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് യേശു ഒരു നുകം വെക്കാതെ തന്നെ ദൈവത്തിൻ്റെ ഹിതത്തിനായി യാഗത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ കണക്കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ ഒരു നുകം വെക്കാത്ത ഒരു പശുക്കിടാവിനെ, ഒരു ചുവന്ന പശുക്കിടാവിനെ കളങ്കമില്ലാത്തതായിരിക്കണം. അതോടൊപ്പം തന്നെ ഊനമില്ലാത്ത ഒരു കുറവും ഉണ്ടാകരുത്. നിങ്ങൾക്കറിയാം, ഈ പാപയാഗമായിരിക്കുന്ന ഈ പശുക്കിടാവ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു പെർഫെക്റ്റ് നിഴലായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കുന്നു. എന്തെല്ലാമാണോ ഈ പശുക്കിടാവിൻ്റെ പ്രത്യേകത, അതെല്ലാം വരുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ കാണുവാനിടയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളത് ചിന്തിച്ചിട്ട് പിന്നീട് നമ്മൾ മനസ്സിലാക്കി എന്ത് വേണം. ഇവിടെ പാളയത്തിന് പുറത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ആര് വേണം? അഹരോൻ്റെ മകനാകുന്ന എലിയാസർ പുരോഹിതൻ കടന്നുപോയി ഈ മൃഗത്തെ കൊല്ലുവാനിടയായി മറ്റൊരാളും കൂടെ കൂട്ടു നിന്നുകൊണ്ട് ഇവർ 2 പേരും കൂടെ ആ മൃഗത്തെ കൊല്ലുവാനിടയായിത്തീരും. നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി എന്തുകൊണ്ട് അഹരോൻ്റെ മകനാകുന്ന എലിയാസറിനെ ഈ ചുമതല ഏൽപ്പിച്ചു. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഈ പ്രത്യേകമായിരിക്കുന്ന സമയത്ത് അഹരോൻ മഹാപുരോഹിതനായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തത് അഹരോനെ അല്ല, അഹരോൻ്റെ മകനെയാണ് തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണ് മകനെ ആ ജോലിക്ക് തിരഞ്ഞെടുത്തത്? അതിൻ്റെ 1ാമത്തെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഈ യാഗം കഴിച്ചാൽ, അവിടെ വായിച്ചിട്ട് അതിൻ്റെ 8ാമത്തെ വാക്യം 7ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്, വേഴ്സ് 7. അപ്പോൾ ഈ പുരോഹിതൻ, ഈ കൃത്യം ചെയ്യുവാൻ ഇടയായി തീർന്ന പുരോഹിതൻ സന്ധ്യ വരെ അവൻ ആരായിരിക്കണം? അശുദ്ധനായിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ദൈവം കൽപ്പിച്ചതായിരിക്കുന്ന ഒരു ഉടമ്പടിയാണോ, ദൈവം കൊടുത്ത ഒരു നിയമമാണ്. ആ നിയമം പ്രമാണിക്കുന്നതായിരിക്കുന്ന പുരോഹിതൻ എന്തുകൊണ്ട് വിശുദ്ധനാകും? നിങ്ങൾക്കറിയാം, ഇതുകൊണ്ട് എന്താ ദൈവം ഉണ്ടാക്കുവാൻ പറഞ്ഞത്? ഒരു നിർമ്മല ജലമാണ് ഉണ്ടാക്കുവാൻ പറയുന്നത്. ഈ പ്രത്യേകമായിരിക്കുന്ന ക്രിയ, അതിൻ്റെ പ്രൊസീഡിയേഴ്സ് മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ അതൊരു നിർമ്മല ജലത്തിനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ നിർമ്മല ജലം ആരുടെ മേൽ തളിക്കപ്പെട്ടാലും അവരാരായിത്തീരും? ശുദ്ധരായിത്തീരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, മറ്റുള്ളവരെ ശുദ്ധരാക്കുന്ന അതേ രക്തം അല്ലെങ്കിൽ അതേ ക്രിയയിൽ കൂടെ കടന്നു പോകുന്ന പുരോഹിതൻ അവൻ ആരായി മാറ്റപ്പെടുന്നു? ഈ ക്രിയയിൽ അശുദ്ധനായിത്തീരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, എന്തുകൊണ്ട് ശുദ്ധമാക്കുന്ന ഒന്ന് അശുദ്ധമാക്കുവാൻ കാരണമായി തീർന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ശുദ്ധമാക്കുവാനാണ് ശ്രദ്ധിക്കുക. നിങ്ങൾ പുതുതായിട്ട് വന്നൊരു ശ്രദ്ധിക്കുക, ഈ നിർമ്മല ജലം എന്ന് പറയുന്നത് ശുദ്ധീകരിക്കുവാനുള്ളതാണോ? ഈ അശുദ്ധമായിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ശവത്തിന്മേൽ തൊട്ട് ഒരു വ്യക്തി പാളയത്തിലായിരിക്കുമ്പോൾ അവൻ 3-ാം ദിവസവും 7-ാം ദിവസവും ഈ നിർമ്മല ജലം തളിച്ച് അതിൽ കൂടെ തന്നെ ശുദ്ധമാക്കിയതിനു ശേഷം, അതാണ് തന്നെ ശുദ്ധീകരിക്കുന്നത്. എങ്കിൽ മാത്രമേ
ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ അവന് സാധിക്കുകയുള്ളൂ. അപ്പോൾ ശുദ്ധമാക്കുന്ന നിർമ്മലജലം ഉണ്ടാക്കുന്നവൻ ആരായിരിക്കുന്നു? ആ രാത്രി വരെ അശുദ്ധനായിരിക്കുന്നു. എന്തുകൊണ്ട് അവൻ അശുദ്ധനായി മാറ്റപ്പെട്ടു? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ ആരായിട്ട് കാണിക്കുന്നു? പാപമായിട്ട് കാണിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്മേൽ പാപമാക്കുന്നു. ഇതെന്ത് ചെയ്യുക? യേശുക്രിസ്തുവിൻ്റെ ഒരു പാപയാഗമായിട്ട് ഇവിടെ ഇവരാണ് കൊണ്ടുപോയി അറുക്കുവാനിടയായിത്തത് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കാൽവറി യാഗമാക്കി തീർക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്ന ഒരു വിഷയമാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കറിയാം, അന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിന് എതിരായിട്ട് കൂട്ടുനിന്നവർ ആരെ എന്ന് ചിന്തിച്ചാൽ അത് മഹാപുരോഹിതന്മാരും ശാസ്ത്രമാരും അടങ്ങുന്ന സംഘമാണ്, അഥവാ പ്രധാനപ്പെട്ട പ്രമാണികളാണ് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാനുള്ള കാരണമായി തീർന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവന് അധികം പാപമുണ്ട്. അപ്പോൾ ആരാണ് ഏൽപ്പിച്ചു കൊടുത്തത്? ആരാണ് പാപയാഗമായി ഏൽപ്പിച്ചു കൊടുത്ത? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞു കേട്ടോ, ശക്തിയോടെ ഒരിക്കൽ കൂടെ. ആരാണ് യേശുക്രിസ്തുവിനെ പാപയാഗമായി ഏൽപ്പിച്ചു കൊടുത്തത്? അവർക്ക് പാപമുണ്ട്. ഇവിടെ ഒരു ശുദ്ധമായിരിക്കുന്ന ഒരു മൃഗത്തെ, ഒരു ഊനം ഇല്ലാത്തതായിരിക്കുന്ന മൃഗത്തെ, ഒരു നുകം വെക്കാത്തതായിരിക്കുന്ന മൃഗത്തെ, ചുവന്നതായിരിക്കുന്ന ഒരു പശുക്കിടാവിനെ ഒരു യാഗമായി കൊണ്ടുപോകുന്ന വ്യക്തിക്ക് അതിന്മേൽ പാപം കടന്നു വരുമ്പോൾ, അതിന്മേൽ പാപം ചുമത്തപ്പെടുമ്പോൾ ആരാണോ അത് ചുമത്തപ്പെടുന്നത്? ഈ കൊണ്ടുപോകുന്നവരാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആരുടെ മേൽ ആരത് കൊല്ലുവാനായിട്ട് കാരണമായി തീർന്നുവോ അവർ അശുദ്ധമായിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം അന്ന് ഈ ജോലി ഏൽപ്പിച്ചത് മഹാപുരോഹിതനെ ഏൽപ്പിക്കാതെ, എന്നാൽ നെക്സ്റ്റ് അധികാരത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിയെ ഈ ചുമതല ഏൽപ്പിക്കുവാനുള്ള കാരണം അന്ന് രാവിലെ മുതൽ രാത്രി വരെ ആ മഹാപുരോഹിതൻ അശുദ്ധനാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആലയത്തിലെ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കാത്തത് കൊണ്ട്. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഇതിന് ആവശ്യമായിരുന്നത്. നമ്മൾ വായിച്ചത് നമ്പേഴ്സ് ചാപ്റ്റർ 17:13. അതാണ് ഇതിൻ്റെ പശ്ചാത്തലം. നമ്പർ സംഖ്യാ പുസ്തകം 17:13. അവിടെ വെളിപ്പെടുത്തൊരു ഭാഗമുണ്ട്, ദൈവത്തിൻ്റെ തിരുനിവാസത്തോട് അടുക്കുന്ന ഏവനും ചത്തൊടുങ്ങുന്നു. ഇവരുടെ ഒരു വലിയ ഭാരം അതാണ്. ദൈവത്തിൻ്റെ തിരുനിവാസത്തേക്ക് ആരടുത്ത് വരുന്നുണ്ട്? ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് ആരടുത്ത് വരുന്നുണ്ട്? അവരെല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അതിന് വെച്ചതായിരിക്കുന്ന ഒരു റെമഡിയാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടോ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇവിടെ ദൈവം അതിന് വെച്ചതായിരിക്കുന്ന റെമഡിയാണ്. ആ റെമഡിയിൽ നമ്മൾ കാണുന്നത്, ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഒരു യാഗമായി തീരുമ്പോൾ, യേശുക്രിസ്തു ഒരു പാപയാഗമായിട്ട് മാറ്റപ്പെടുന്നതായ സമയത്ത് യേശുക്രിസ്തുവിനെ ആര് പാപയാഗമാക്കിയിട്ടുണ്ട്, ആര് ചുമന്നുകൊണ്ട് പോയിട്ടുണ്ട്, അവക്കെല്ലാം അതിന്മേൽ കുറ്റം ഉണ്ട്. അതാണ് കർത്താവായ യേശുക്രിസ്തു പറയുവാനായിട്ടിടയായിത്തീർന്നത്. അപ്പോൾ എന്തായിത്തീർന്നു? മഹാപുരോഹിതൻ്റെ മകനെ കൊണ്ട് ഈ ജോലി ചെയ്യിപ്പിക്കുവാനായിട്ട് ായിരുന്നു. ഇപ്രകാരമുള്ള ജോലി മുൻപോട്ട് കടന്നുപോയി എന്ത് ചെയ്യണം? ഒന്ന്, ഈ പശുക്കിടാവിനെ എടുക്കണം. രണ്ടാമത് ചെയ്യേണ്ടത് അതിനെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയിട്ട് അതിനെ വേറൊരുവൻ അതിനെ കൊന്നിട്ട് അതിന് രക്തം മഹാപുരോഹിതൻ കൈകൊണ്ടെടുത്തിട്ട് സമാഗമന കൂടാരത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിലേക്ക് നോക്കി 7 പ്രാവശ്യം ഈ രക്തം തളിക്കണം. എന്ന് പറഞ്ഞാൽ ഈ രക്തം ഇവിടെ ദൈവ സമാഗമന കൂടാരത്തിനകത്തേക്ക് കടന്നു വന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രധാനമായിട്ട് പാപയാഗം നമ്മൾ പഠിക്കുന്നതായ സമയത്ത് പാപയാഗത്തിൽ ഒരു പുരോഹിതൻ പാപം ചെയ്യുമ്പോൾ, ഒരു പ്രമാണി പാപം ചെയ്യുമ്പോൾ ഉള്ള ഒരു പാപമല്ല ഒരു സാധാരണപ്പെട്ട വ്യക്തി പാപം ചെയ്യുമ്പോൾ. ഇന്ന് അത് വിശദമാക്കുവാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു പുരോഹിതൻ പാപം ചെയ്യുന്നതും ഒരു ദേശം ഒന്നടങ്കമായി പാപം ചെയ്യുന്നതും രണ്ടിൻ്റെയും പരിണിതഫലം തുല്യമാണ്. ശ്രദ്ധിക്കാൻ പറഞ്ഞ വേർഡ്, ഒരു പുരോഹിതൻ പാപം ചെയ്യുന്നതും ഒരു ദേശം മുഴുവൻ പാപം ചെയ്യുന്നതും രണ്ടിൻ്റെയും അവസ്ഥ സെയിമാണ്. എന്ന് പറഞ്ഞാൽ രണ്ടിനും പ്രതിച്ഛായ. രക്തം എന്തിനെയാണ് വെളിപ്പെടുത്തുന്നത്? പ്രോപ്രിയേഷൻ, നിരപ്പിന് വേണ്ടി പ്രായശ്ചിത്തമാണ് രക്തം. അപ്പോൾ രക്തം എവിടെ കടന്നു വന്നിട്ടുണ്ടോ അവിടെയാണ് പ്രായശ്ചിത്തം ഏറ്റെടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഒരു പുരോഹിതൻ ലേവ്യ പുസ്തകം 4-ാം അധ്യായം നിങ്ങൾ ഭവനത്തിൽ പോയി നിങ്ങൾ വായിച്ചു കൊള്ളണം. വായിച്ചാൽ ഒരു കാര്യം നിങ്ങൾ കാണുവാൻ സാധിക്കും. ഒരു പുരോഹിതൻ
പാപം ചെയ്താൽ ആ പാപയാഗമാകുന്ന മൃഗത്തെ യാഗപീഠത്തിൻ്റെ മുൻപിൽ വെച്ച് കൊന്നിട്ട് അതിൻ്റെ രക്തമെടുത്ത് 3 സ്ഥലത്താണ് ഈ പുരോഹിതൻ കൊണ്ട് തളിക്കേണ്ടത്. ശ്രദ്ധിക്കാൻ പറഞ്ഞ വേർഡ്, പാപയാഗമായിരിക്കുന്ന ഒരു മൃഗത്തെ പാപയാഗമായിട്ട് ഒരു പുരോഹിതൻ, ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്, ഒരു പുരോഹിതൻ പാപം ചെയ്താൽ ആ പുരോഹിതൻ ഒരു പാപയാഗത്തിൻ്റെ മൃഗത്തെ എടുത്ത് യാഗപീഠത്തിന് മുൻപിൽ കൊണ്ടുവന്ന് അതിനെ കൊന്ന് അതിന് രക്തമെടുത്ത് പ്രധാനമായിട്ട് 3 സ്ഥലത്താണോ അത് തളിക്കുന്നത്. വായിച്ചാട്ട് ആ ഭാഗം മാത്രം. ലേവിയ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ, ലെവിറ്റിക്കസ് ചാപ്റ്റർ 4, ലേവിയ പുസ്തകം 4-ാം അധ്യായം. വായിച്ചാട്ട് 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തോണം. പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി വിശുദ്ധ മന്ദിരത്തിൻ്റെ തിരശ്ശീലയ്ക്ക് മുൻപിൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന തിരശ്ശീലയ്ക്ക് മുൻപിൽ. അപ്പോൾ ഒന്നാമത് രക്തം തളിക്കുന്നത് വിശുദ്ധ ആ തിരശ്ശീലയ്ക്ക് മുൻപിലാണ്. അഥവാ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന തിരശ്ശീലയുടെ മുൻപിൽ 7 പ്രാവശ്യം രക്തം തളിക്കുന്നു. നെക്സ്റ്റ്, രണ്ടാമത് പുരോഹിതൻ രക്തം കുറയെടുത്ത് സുഗന്ധ ധൂപപീഠത്തിൻ്റെ കൊമ്പുകൾ പുരട്ടണം. അപ്പോൾ രണ്ടാമത് ഈ മൃഗത്തിന് രക്തം കൊണ്ട് പുരട്ടുന്നത് സുഗന്ധ പീഠത്തിൻ്റെ കൊമ്പുകളിലാണ്. നിങ്ങൾക്കറിയാം, സുഗന്ധ പീഠത്തിൽ നമ്മൾ 4 സൈഡിൽ 4 കൊമ്പുകളെ നമ്മൾ കണ്ടു, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ 4 കൊമ്പുകളിലാണ് രണ്ടാമത് രക്തം തളിക്കുന്നത്. മൂന്നാമതായിട്ട് നെക്സ്റ്റ്, ഹോമയാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു കാളയുടെ രക്തം എടുത്തു കഴിഞ്ഞാൽ ആ രക്തം സമാഗമന കൂടാരത്തിനകത്ത് വന്നിട്ട് ഈ അകത്ത് 3 സ്ഥലത്താണ് രക്തം തളിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, രക്തം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതാണ്? പ്രായശ്ചിത്തം. രക്തം കൂടാതെ എന്തില്ല? വിമോചനമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു പുരോഹിതൻ്റെ പാപം പ്രധാനമായിട്ട് 3 ഏരിയകളിലാണ് വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. ഒരു സാധാരണപ്പെട്ട വ്യക്തി പാപം ചെയ്താൽ ആ പാപത്തിൻ്റെ ആട്ടുകൊറ്റനോ കോലാട്ടുകൊറ്റനോ ഒരു കുറുപ്രാവോ എന്തുമായിക്കൊള്ളട്ടെ, അതിന് രക്തമെടുത്തിട്ട് യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ മാത്രമേ ഒഴിക്കത്തുള്ളൂ. മറ്റ് 2 സ്ഥലങ്ങളിലേക്കും ആ രക്തം കൊണ്ടുപോകത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സാധാരണപ്പെട്ട വ്യക്തിയുടെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് യാഗപീഠത്തിൻ്റെ അവിടെ ചെയ്താൽ മതി. എന്നാൽ ഒരു പുരോഹിതൻ പാപം ചെയ്യുമ്പോൾ ദൈവം അവനെ നിർത്തിയിരിക്കുന്ന അവസ്ഥ വെച്ചുകൊണ്ട് 3 മേഖലകളാണ് ആ പാപം കൊണ്ട് ബന്ധം മുറിയപ്പെടുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, എന്തിന് രക്തം തളിക്കുന്നു? അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ ബന്ധത്തെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുക, ആ ബന്ധത്തെ വീണ്ടും ശ്രദ്ധിക്കുക. രക്തമെന്ന് പറയുന്നത് പ്രായശ്ചിത്തമാണ്. അപ്പോൾ എന്തിനാണ് ഈ പർട്ടിക്കുലർ ഭാഗങ്ങൾ രക്തം തളിക്കുന്നത്? അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ ഭാഗങ്ങളെ വീണ്ടെടുക്കുകയാണ്, അഥവാ ആ അവസ്ഥയിൽ നിന്ന് വീണ്ടെടുക്കുകയാണ്. ഒന്നാമത് നമ്മൾ കണ്ടത്, എവിടെ രക്തം തളിക്കണം? തിരശ്ശീലയ്ക്ക് മുൻപിൽ രക്തം തളിക്കണം. എന്താണ് തിരശ്ശീല വെളിപ്പെടുത്തുന്നത്? നിങ്ങൾക്കറിയാം, തിരശ്ശീല എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിലുള്ള ഒരു വേർപാട്. അപ്പോൾ എന്ത് സംഭവിച്ചു? ആദ്യമായിട്ട് ഒരു പുരോഹിതൻ പാപം ചെയ്താൽ ദൈവത്തോടുള്ള തൻ്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. ശ്രദ്ധിക്കണം, ഒരു വ്യക്തി പാപം ചെയ്താൽ അവൻ ആദ്യം നഷ്ടപ്പെടുന്നത് ദ ഫെലോഷിപ്പ് വിത്ത് ഗാഡ്. ദൈവത്തോടുള്ളവൻ്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. അപ്പോൾ ദൈവത്തോടുള്ളവൻ്റെ കൂട്ടായ്മ നേരെയാക്കാൻ വേണ്ടിയാണ് ഈ തിരശ്ശീലയ്ക്ക് മുൻപിൽ 7 പ്രാവശ്യം രക്തം തളിക്കുന്നത്. നിങ്ങൾക്കറിയാം, 7 എന്തിനെ വെളിപ്പെടുത്തുന്നു? പെർഫെക്റ്റ്നെസ്സിനെ വെളിപ്പെടുത്തുന്നു, പൂർണ്ണതയെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ പൂർണ്ണമായിട്ട് അതിനെ വീണ്ടെടുക്കുന്നു. ഏത്? ദൈവത്തോടുള്ള കൂട്ടായ്മയെ വെളിപ്പെടുത്തുന്നു. രണ്ടാമത് രക്തം തളിക്കുന്നത് ധൂപപീഠത്തിൻ്റെ കൊമ്പുകളിലാണ്. എന്തിനാണ് ധൂപപീഠത്തിൻ്റെ കൊമ്പുകൾ? ധൂപപീഠം വെളിപ്പെടുത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, ഒന്നുകിൽ അത് ഇൻറ്റർസെസറി പ്രെയർ, അല്ലെങ്കിൽ അത് വർഷിപ്പ്, ആരാധന. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, രണ്ടാമതായിട്ട് ബന്ധം മുറിയപ്പെട്ടത് ആരാധന, വർഷിപ്പ് മുറിയപ്പെട്ടു. വർഷിപ്പിൽ ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ പാപം കടന്നു വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഒന്നാമത് സംഭവിക്കുന്നത് ദ ഫെലോഷിപ്പ്
ഫെലോഷിപ്പ് വിത്ത് ഗാഡ്, ദൈവത്തോടുള്ള എൻ്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. രണ്ടാമതിനെ ഫോളോഡ് ബൈ, അതിൻ്റെ പിന്നാലെ കടന്നു വരുന്ന രണ്ടാമത്തെ ക്രിയയാണ് ആരാധന നഷ്ടപ്പെടുന്നു. ദൈവത്തെ ആരാധിക്കുവാൻ പറ്റുന്നില്ല. ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ആരാധിക്കുവാൻ സമയമെടുക്കുന്നുണ്ട്, എങ്കിലും ആരാധിക്കുവാൻ പറ്റുന്നില്ല. മനസ്സിലാക്കിക്കോണം, ആരാധന ബ്രേക്ക് ചെയ്യുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പാപ സ്വഭാവമാകുന്നുവെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, വളരെ ആവശ്യമാണ്. അപ്പോൾ ധൂപപീഠത്തിൻ്റെ കൊമ്പ് എന്തിനെ വെളിപ്പെടുത്തുന്നു? ദ വേർഷിപ്പ്. അപ്പോൾ രണ്ടാമതായിട്ട് റിഡീം ചെയ്യുന്നത്, രണ്ടാമതായിട്ട് വീണ്ടെടുക്കപ്പെടുന്നത് ആ ആരാധനയെ വീണ്ടെടുക്കുകയാണ്. മൂന്നാമത്തെ ഭാഗമാണ് താമ്രയാഗപീഠം. താമ്രയാഗപീഠം എന്ത് ലഭിക്കുന്നു? പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ കടന്നു വന്ന് ആ മൃഗത്തിന് രക്തം തളിക്കുമ്പോൾ അവനൊരു കാര്യം മനസ്സിലാക്കുന്നത്, എൻ്റെ പാപം വഹിച്ച് ഈ മൃഗം കൊല്ലപ്പെട്ടതിനാൽ എൻ്റെ പാപം മാറ്റപ്പെട്ടു. അപ്പോൾ ഈ രക്തം യാഗപീഠത്തിന്മേൽ, താമ്രയാഗപീഠത്തിന്മേൽ തളിക്കുമ്പോൾ അവന് ലഭിക്കുന്നത് ഒരു ക്ലിയർ കോൺഷ്യസ്, ഒരു ശുദ്ധ മനസാക്ഷി. ഒരു ക്ലിയർ കോൺഷ്യസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ഈ മൂന്ന്, ഏത് പാപത്തിൻ്റെയും ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ മൂന്ന് പ്രതലത്തിൽ കാണുവാൻ സാധിക്കും. ഒന്ന്, ആദ്യം നഷ്ടപ്പെടുന്നത് ദ ഫെലോഷിപ്പ് വിത്ത് ഗാഡ്. രണ്ടാമതായിട്ട് നഷ്ടപ്പെടുത്തുന്നത് ആരാധന നഷ്ടപ്പെടുന്നു. മൂന്നാമത് നഷ്ടപ്പെടുന്നത് ദ ക്ലിയർ കോൺഷ്യസ് വിത്ത് ഗാഡ്, ദൈവത്തോടുള്ള കുറ്റമില്ലാത്ത മനസാക്ഷി. അപ്പോൾ ഞാൻ മുൻപോട്ട് കടന്നു വരട്ടെ. ഇവിടെ ഈ യാഗപീഠത്തിങ്കിലേക്ക് അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിനകത്തേക്ക് ഈ രക്തം കടന്നു വന്നിരിക്കുമ്പോൾ മനസ്സിലാക്കണം, ഏത് മൃഗത്തിൻ്റെ രക്തവും സമാഗമന കൂടാരത്തിനകത്ത് കടന്നു വന്നാൽ ആ യാഗത്തിന് അതിൻ്റെ ശക്തി വെളിപ്പെടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എവിടെ വെച്ചെങ്കിലും ഒരു മൃഗത്തെ കൊന്നിട്ട് അവിടെ വെച്ച് ആരെങ്കിലുമൊക്കെ ഭക്ഷിച്ചാൽ ആ മൃഗത്തെ കൊന്നതുകൊണ്ട് യാതൊരു വിലയുമില്ല. എന്നാൽ അൺടിൽ അൺലെസ് ദൈവത്തിൻ്റെ യാഗപീഠത്തിങ്കിലേക്ക് ഈ മൃഗത്തിൻ്റെ രക്തം കടന്നു വരാതിരിക്കുന്നിടത്തോളം കാലം ഈ യാഗത്തിന് യാതൊരു വിലയുമില്ല. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. ഏത് യാഗത്തെക്കുറിച്ച് നമ്മൾ നോക്കിയാലും, ഏത് യാഗത്തിലും ആ രക്തം സമാഗമന കൂടാരത്തിനകത്ത് കടന്നു വരുന്നില്ല എങ്കിൽ ആ യാഗം കൊണ്ട് യാതൊരു ഉപയോഗമില്ല, യാതൊരു ഗുണമില്ല. കാരണം ഈ സമാഗമന കൂടാരത്തിൽ രക്തം കടന്നു വരുമ്പോഴാണ് എന്ത് അവന് നഷ്ടമായി തീർന്നുവോ അതിനെ അവൻ റിഡീം ചെയ്യുവാനായിട്ടിടയായി തീർന്നത്. അത് അവന് വേണ്ടി പ്രോപ്രിയേറ്റഡ്, പ്രായശ്ചിത്തമായി മാറ്റപ്പെടുന്നത്. പ്രായശ്ചിത്തമായതുകൊണ്ടാണ് അവൻ തിരിച്ച് ആ ബന്ധം എടുക്കുവാനായിട്ട് സാധിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞു കേട്ടോ. ഒരിക്കൽ കൂടെ ശക്തിയോടെ. ഇവിടെ നമ്മൾ കണ്ടത് ഈ മൃഗത്തിൻ്റെ രക്തം, അപ്പോൾ മറ്റുള്ള സകല യാഗങ്ങളെയും പോലെ ഈ മൃഗത്തെ കൊല്ലുന്നത് യാഗപീഠത്തിന് അഥവാ യാഗപീഠവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാളയത്തിന് പുറത്ത് വെച്ചാണ് ഈ മൃഗത്തെ കൊല്ലുന്നതെങ്കിലും ആ മൃഗത്തിൻ്റെ രക്തം സമാഗമന കൂടാരത്തിനകത്ത് കടന്നു വരുമ്പോൾ സമാഗമന കൂടാരത്തിനകത്ത് വെച്ച് ഏത് മൃഗത്തെ കൊല്ലുവാൻ ഇടയായിത്തീർന്നുവോ അതുപോലെ തന്നെ വാല്യുബിൾ ആണ് ആ മൃഗവും. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലാക്കിയോ? ഇല്ല. നിങ്ങൾ ദയവായിട്ട് എന്നോട് കൂടെ ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, സമാഗമന കൂടാരത്തിനകത്തേക്ക് ഒരു മൃഗത്തെ കൊണ്ടുവന്ന് അതിൻ്റെ രക്തം ആ യാഗപീഠത്തിൽ തളിക്കുന്നില്ല എങ്കിൽ ഈ യാഗം കൊണ്ട് എന്തുവാ യാഗത്തിൻ്റെ ആവശ്യം? എന്തിനാ യാഗം? എന്തിന്? ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ടതിനെ വീണ്ടും പിടിച്ചെടുക്കുവാനാണ് യാഗം. കാരണം പാപത്തിൻ്റെ ശമ്പളം എന്തായിരിക്കുന്നു? മരണം. അതുകൊണ്ട് ഏത് വ്യക്തിയും പാപം ചെയ്താൽ ദൈവത്തോടുള്ള അവൻ്റെ ബന്ധം മുറിഞ്ഞു പോയെങ്കിൽ ആ മുറിഞ്ഞ ബന്ധത്തെ വീണ്ടും നേരെയാക്കുവാൻ വേണ്ടിയാണ് ഒരു യാഗമായിരിക്കുന്നത്. അപ്പോൾ ഈ യാഗത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ യാഗമൃഗം എത്ര വലുതോ എത്ര നല്ലതോ എത്ര ശുദ്ധിയുള്ളതോ ആയിരുന്നാലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ദേശത്ത് വെച്ച് യാഗം അതിനെ അറുത്ത് അതിൻ്റെ രക്തം സമാഗമന കൂടാരത്തിനകത്ത് കടന്നു വരാത്തിടത്തോളം കാലം അതെന്താകത്തില്ല, ഒരു മനുഷ്യനും അത് പ്രായശ്ചിത്തമാകത്തില്ല. കാരണം ഏത് വ്യക്തിക്ക് അത് പ്രായശ്ചിത്തമാകണമെങ്കിലും ഈ മൃഗത്തിൻ്റെ രക്തം ഇവിടെ കടന്നു വരണം. നിങ്ങൾ മനസ്സിലാക്കുക. അത്രയും മനസ്സിലായോ? ഏത് മൃഗത്തിൻ്റെ രക്തവും സമാഗമന കൂടാരത്തിനകത്ത് കടന്നു വരാത്തിടത്തോളം കാലം ആ മൃഗത്തിൻ്റെ കൊന്നതുകൊണ്ട് യാതൊരു യൂസുമില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നതായിരിക്കുന്ന ഈ മൃഗം
ഇവിടെ ഈ മൃഗത്തെ കൊല്ലുന്നത് എവിടെ വെച്ചാണ് കൊല്ലുന്നത്? പാളയത്തിന് പുറത്താണ്. ഇതും പാളയമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഉള്ളിടത്തോളം കാലം ഈ മൃഗത്തെ കൊല്ലുന്നത് കൊണ്ട് എന്തില്ല? യാതൊരു ബെനിഫിറ്റുമില്ല. എന്നാൽ ഈ മൃഗത്തിൻ്റെ രക്തം പുരോഹിതൻ എടുത്തിട്ട് പുരോഹിതൻ ആ രക്തം സമാഗമന കൂടാരത്തിനകത്ത് കൊണ്ടുവന്നിട്ട് സമാഗമന കൂടാരത്തെ നോക്കി താൻ 7 പ്രാവശ്യം തളിക്കുമ്പോൾ ആ മൃഗത്തിൻ്റെ രക്തം എവിടെ കടന്നു വന്നു? സമാഗമന കൂടാരത്തിനകത്ത് കടന്നു വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ടാണ് ആ മൃഗത്തിന് എന്തുണ്ടായത്? വിലയുണ്ടായത്. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞ് മനസ്സിലായോ സഹോദരന്മാർ? ആ മൃഗത്തിന് വിലയുണ്ടായത് ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ മൃഗത്തിന് യാതൊരു വിലയുമില്ല. മറ്റെന്തെങ്കിലും ഒരു വീട്ടിൽ ഒരാടിനെ കൊന്നതിൻ്റെ വാല്യൂ മാത്രമേ ഉള്ളതിന് മറ്റ് യാതൊരു വിലയുമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഏത് യാഗത്തിലും ഒരു പ്രാധാന്യതയുണ്ട്. ആ യാഗമൃഗത്തിൻ്റെ രക്തം എവിടെ കടന്നു വരണം? സമാഗമന കൂടാരത്തിൽ കടന്നു വരണം. അപ്പോൾ സമാഗമന കൂടാരത്തിനകത്ത് ഈ രക്തം വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണം, ഈ രക്തം ഈ സമാഗമന കൂടാരത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് അതിന് എന്തോ ഉണ്ട്? വാല്യൂ ഉണ്ട്. ഈ സമാഗമന കൂടാരത്തിനകത്ത് ഈ രക്തം വന്നതുകൊണ്ടാണ് ആ യാഗത്തിന് വിലയുള്ളത്. അതിന് വിലയുണ്ട്. കാരണം ഈ രക്തം ഇവിടെ കടന്നു വന്നതാണ്. ആ മൃഗം കൊല്ലപ്പെട്ടതിനോ ഒരു വിലയുണ്ട്. എന്തിനോ വേണ്ടി ആ മൃഗം കൊല്ലപ്പെട്ടു? പക്ഷേ അതിൻ്റെ രക്തം ഈ സമാഗമന കൂടാരത്തിനകത്ത് കടന്നു വന്ന് ആ സമാഗമന കൂടാരത്തിന്മേൽ തളിക്കുമ്പോൾ, സമാഗമന കൂടാരത്തിന് മുൻപിൽ തളിക്കുമ്പോൾ എന്തൊക്കെയോ അത് പ്രായശ്ചിത്തമായി ഏറ്റെടുക്കുകയാണ്. എന്തൊക്കെയോ അത് പ്രോപ്രിയേറ്റ് ചെയ്യുക, എന്തിനൊക്കെയോ വേണ്ടി പകരമായി മാറ്റപ്പെടുക. എന്തിന് പകരമായിട്ട് അവിടെ കണ്ടത് നമ്മൾ മുമ്പേ വായിച്ചത്, ഈ പത്തിയമായിരിക്കുന്ന മൃഗത്തിൻ്റെ രക്തമെന്ന് പറയുന്നത് ഏതിനു വേണ്ടിയായിരുന്നു? നമ്മുടെ ശുദ്ധ മനസ്സാക്ഷിക്ക് വേണ്ടി, അഥവാ നിഷ്കളങ്കമായിരിക്കുന്ന മനസ്സാക്ഷിക്ക് വേണ്ടി. ഇതിനു വേണ്ടിയാണ് ഈ യാഗം കഴിക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ മൃഗത്തെ കൊന്നിട്ട് ആ മൃഗത്തിൻ്റെ രക്തവുമായിട്ട് പുരോഹിതൻ കടന്നു വന്ന് സമാഗമന കൂടാരത്തിനകത്ത് ഈ രക്തം തളിച്ചിട്ട് പുരോഹിതൻ നേരെ വെളിയിലേക്ക് കടന്നു പോകുക. വെളിയിൽ കടന്നിട്ട് പിന്നീട് ചെയ്യേണ്ടത്, ഈ മൃഗത്തെ അതിൻ്റെ തോല്, ചാണകം, മറ്റുള്ള സകലതുമായിട്ട് ഇതിൻ്റെ ഒരു പാർട്ട് പോലും വിട്ടുകളയാതെ എല്ലാം കൂടെ ഇതിനെ ദഹിപ്പിക്കുകയാണ്, ഇതിനെ ചുട്ട് വെന്തിരിപ്പിക്കുകയാണ്. എന്താ ഇവിടെ വെളിപ്പെടുത്തി നിങ്ങൾ മനസ്സിലാക്കണം. ഈ പത്തിയമായിരിക്കുന്ന മൃഗം കർത്താവായ യേശുക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ ഇവിടെ ചുട്ടരിക്കുന്ന മൃഗം കർത്താവായ യേശുക്രിസ്തു ആകുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിൻ്റെ സഫറിങ്സ് നമ്മളവിടെ വെളിപ്പെടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിൻ്റെ സഫറിങ്സിനേക്ക്, കഷ്ടതയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സഫറിങ്സ് 3 പ്രധാനപ്പെട്ട രീതിയിൽ നമ്മൾ കാണുവാൻ സാധിക്കും. അത് ഒന്നാമത്തെ രീതി, പുറമേ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ആർക്കും തന്നെ മനസ്സിലാക്കാതിരുന്നത്. മൂന്നാമത്തെന്ന് പറയുന്നത് ഭാഗികമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വിഷയം നമ്മൾ പഠിക്കണമെങ്കിൽ ലേവ്യ പുസ്തകം 2-ാം അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കും, ഭോജനയാഗം ഉരുളിയിൽ ചുട്ടതോ അല്ലെങ്കിൽ ചട്ടിയിൽ ചുട്ടതോ എന്നുള്ള ഭാഗം കടന്നു വരുമ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം പഠിക്കുന്നത്. നമുക്ക് അവിടെയും നമ്മൾ കടന്നു പോകുന്നില്ല. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, യേശുക്രിസ്തുവിൻ്റെ സഫറിങ്സ്, യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ സഫറിങ്സ് ഈ 3 രീതിയിൽ നമുക്ക് കാണുവാൻ. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ അൺസീൻ സഫറിങ്സ് ഉണ്ട്. യേശുക്രിസ്തുവിൻ്റെ അൺസീൻ സഫറിങ്സ് ആണ് ഗെത്സമനെ തോട്ടത്തിൽ നമ്മൾ കാണുന്നത്. യേശുക്രിസ്തു എന്ത് ചെയ്തു? അവൻ വാവിട്ടവൻ നിലവിളിക്കുന്നു. പക്ഷെങ്കിൽ ആ കഷ്ടതയുടെ നടക്കുന്ന തീഷ്ണത എന്തെന്നുള്ളത് പൂർണ്ണമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായില്ല. കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഒരുമിച്ചായിരുന്നപ്പോൾ യേശുപ്രകാരം പറഞ്ഞു, എൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. എന്നാൽ ഈ പറയപ്പെട്ട 12 പേർക്കും ആ സഫറിങ്സ് മനസ്സിലാക്കുവാൻ സാധ്യമായില്ല. അവർക്ക് അതൊരു ഹിഡൻ ആയിരുന്നു, മറയപ്പെട്ട വിഷയമായിരുന്നു. അവർക്കത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കാണുമ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ പോലെ, അല്ലെങ്കിൽ സ്വാഭാവികനായിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാണുന്ന ഒരു അൺസീൻ സഫറിങ്സ് തൻ്റെ ജീവിതത്തിലുണ്ട്. എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിലും
ഈ 3 കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. നമ്മൾ ദൈവ പൈതലാകുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായിരിക്കുന്ന അൺസീൻ സഫറിങ്സ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആരോടും അത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, ആരോടും അത് പറയാൻ പറ്റത്തില്ല, ആർക്കും അത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കത്തില്ല. എന്തെല്ലാം തിരിച്ചടി ഉണ്ടെങ്കിലും അത് ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് ഏകനായിട്ട് മുൻപോട്ട് പോകുന്നൊരവസ്ഥ. ഇത് എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിലും ഉണ്ടാകുന്നൊരു വിഷയമാണ്. കാരണം അവർക്ക് ലഭിക്കുന്ന സഫറിങ്സ് ഒരു അൺസീൻ സഫറിങ്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് ഒരു ഭാഗികമായിട്ട് വെളിപ്പെടുവാനിടയായി തീർന്നത്, അല്പം ഭാഗമായിട്ട് നമുക്ക് കാണുക. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഗെത്സമനെ തോട്ടത്തിൽ നമ്മൾ കണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ ആ വേദന എന്തെന്നുള്ളത് പൂർണ്ണമായിട്ട് ഇവർക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായില്ല. എന്നാൽ പുറത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ യേശു വാവിട്ട് നിലവിളിക്കുന്നുണ്ട്, യേശു കരയുന്നുണ്ട്. ഇതെല്ലാം പുറമേ കാണുന്നുണ്ടെങ്കിലും യേശു ക്രിസ്തു കടന്നുപോയ വേദന എന്തെന്നുള്ളത് വ്യക്തമായിട്ട് ഇവർക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായില്ല. അല്പം വെളിപ്പെട്ടുവെങ്കിലും ബാക്കി മുഴുവൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കിയ, ബാക്കി മുഴുവൻ ഉള്ളിൻ്റെ ഉള്ളിലായിരിക്കുക. എന്നാൽ മറ്റുള്ളവർ അറിയാതെ ആ വേദനയോടുകൂടെ താൻ നിലവിളിക്കുന്നു. മൂന്നാമത്തെ സഫറിങ്സ് ആണ് യേശു ക്രിസ്തു ഗോൽഗോഥ മലമുകളിൽ 3 ആണികളാൽ തൂക്കപ്പെട്ട സമയത്ത് യേശു ക്രിസ്തു കടന്നുപോയതായിരിക്കുന്ന വേദന പബ്ലിക്കലി ആയിരുന്നു, പരസ്യമായിരിക്കുന്ന ഒരു കാഴ്ചയായിട്ട് യേശു ക്രിസ്തു കടന്നുപോയ കഷ്ടതയെ അത് പബ്ലിക്കായിട്ട് വെക്കുവാനായിട്ട് ഇടയായിട്ട് ഞാൻ പറഞ്ഞു വന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടത ഈ 3 രീതിയിൽ നമ്മൾ കാണുവാൻ സാധിക്കുമെങ്കിലും ഈ മൃഗത്തെയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവിടെ നമ്മൾ കാണുന്ന മൃഗത്തെ കൊണ്ടുവന്ന് യാഗമാക്കുമ്പോൾ, പരിപൂർണമായിട്ട് കത്തിച്ചാമ്പലാക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സഫറിങ്സ്, ഇതിലേത് സഫറിങ്സ് പൂർണ്ണമായി വെളിപ്പെട്ട ഒരു പെർഫെക്റ്റ് സാക്രിഫൈസിനെയാണോ നമ്മളിവിടെ കാണുവാൻ സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പരസ്യമായിട്ട് പൂർണ്ണമായിട്ടൊരു യാഗമായി തീർന്നു. യേശു ക്രിസ്തു വേദന അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു കടന്നുപോയി. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കൾ ഓർക്കണമേ, എൻ്റെ അരുമനാഥൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരു ഗുണമുണ്ട്. അവൻ കഷ്ടം അനുഭവിച്ചത് ഞാൻ അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കണം, എൻ്റെ അരുമനാഥൻ എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചതാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സകല നന്മകൾക്കും കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കഷ്ടത ഇല്ലെന്നല്ല, എനിക്കുമുള്ളൊരു ചുമതല ഇതാണ്. പാളയത്തിന് പുറത്ത് എൻ്റെ അരുമനാഥനാകുന്ന യേശുവിനോടുകൂടെ കഷ്ടം അനുഭവിപ്പാൻ പാളയത്തിന് പുറത്തേക്ക് കടന്നു ചെല്ലുക. പാളയത്തിനകത്ത് നിന്ന് കഷ്ടം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയോട്, കഷ്ടാനുഭവത്തോട് കൂട്ടായ്മയായി എനിക്കും നിങ്ങൾക്ക് നിൽക്കുവാൻ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ വേർഡ്, പാളയത്തിനകത്ത് നിന്ന് കഷ്ടം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് കൂട്ടാളിയായി തീരുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധ്യമല്ല. എൻ്റെ അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയ്ക്ക്, കഷ്ടാനുഭവത്തിന് കൂട്ടായ്മയ്ക്ക് പങ്കാളിയായി തീരണമെങ്കിൽ അവൻ കഷ്ടം അനുഭവിച്ചതുപോലെ ഞാനും പാളയത്തിന് പുറത്ത് കടന്നെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ. അവിടെയാണ് ആ വേദനയുടെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കുന്നത്. അവിടെയാണ് അവിടുത്തെ കണ്ണുനീര് എന്തെന്ന് മനസ്സിലാക്കുന്നത്, ഭാരം എന്തെന്ന് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ യേശു എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. എൻ്റെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. എന്തോ പാപിയായിരുന്നു എനിക്ക് വേണ്ടി, എവിടെ ചെയ്തു? പാളയത്തിന് പുറത്ത് അവൻ എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ ഇടയായിത്തീർന്നു. നമ്മൾ മനസ്സിലാക്കണം, ഈ യേശു ക്രിസ്തുവിൻ്റെ ഒരു സഫറിങ്സ് പൂർണ്ണമായിട്ട് വെളിപ്പെട്ടതായിരിക്കുന്ന ഒരു കഷ്ടത, അതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഈ പത്തിയമായിരിക്കുന്ന സമയത്ത് ആ കഷ്ടതയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, അവൻ എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നമ്മൾ ചിന്തിച്ചു വന്ന ഭാഗം ഇതാണ്. കർത്താവായ യേശു ആ വേദനയിൽ കൂടെ യേശു ക്രിസ്തു വേദനപ്പെട്ട് നിലവിളിക്കുക. യേശു ക്രിസ്തു ഒരു യാഗമൃഗമായിട്ട് അവിടെ ചുട്ടുചാമ്പലാകുക. എന്നാൽ ഈ പത്തിയമായിരിക്കുന്ന യാഗം നടക്കുമ്പോൾ, ഈ പത്തിയമായിരിക്കുന്ന തീയിൽ കർത്താവ് ഈ ചുവന്ന പശുക്കിടാവ് ചുട്ട് കരിയപ്പെടുമ്പോൾ അതിനകത്ത് കൂടെ വെക്കേണ്ടതായിരിക്കുന്ന 3 കാര്യങ്ങളെയാണ് നമ്മൾ കാണുവാൻ സാധിച്ചത്. വായിച്ചോട്ടെ, 19-ാം അധ്യായം, നമ്പേഴ്സ് ചാപ്റ്റർ 19, അതിൻ്റെ 6-ാമത്തെ വാക്യം. അതിൻ്റെ മുകളിലത്തെ വാക്യം കൂടെ വായിച്ചോട്ടെ, പെട്ടെന്ന് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് പരിപൂർണമായിട്ട് ഇത് ചുടുവാനായിട്ട് ദൈവം കൽപ്പിച്ചു. പിന്നീട് എന്ത് ചെയ്യണം? പിന്നീട്
അത് ഒരു പാപയാഗം. എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഈ പ്രത്യേകമായ മൃഗത്തെ ചുട്ട് ചാമ്പലാക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിലേക്ക് അതിലേക്ക് ഇടേണ്ടതായിരിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, ദേവദാരു, നോട്ട് ചെയ്താണ് സെഡാർ വുഡ്, ദേവദാരു. 2, ഈസോപ്പ്, ഹിസോപ്പ്. 3, ചുവപ്പ് നൂൽ, സ്കാർലറ്റ് യാൺ, ചുവപ്പ് നൂൽ. ഈ 3 കാര്യങ്ങളുടെ അതിനകത്തിടുവാൻ ദൈവം കൽപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങളിത്. ഒന്ന്, ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പെർഫെക്റ്റ് സാക്രിഫൈസ്. യേശു ക്രിസ്തു യാഗമായി കിടക്കുമ്പോൾ ഇവിടെ നിർമ്മല ജലം ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഉണ്ടാക്കേണ്ടതായിരിക്കുന്ന ആ ചാരത്തിൽ പ്രധാനമായിട്ട് ആ യാഗം മൃഗം മാത്രമല്ല, അതിനോടുകൂടെ 3 കാര്യങ്ങളുടെ ആഡ് ചെയ്യണം. ഒന്ന് ചെയ്തത് ഒന്ന് പറഞ്ഞത് സെഡാർ വുഡ്സ്. രണ്ടാമത് നമ്മൾ കണ്ടത് ഏതാണ്? ഹീസോപ്പ്. 3, സ്കാർലറ്റ്, ചുവപ്പ് നൂല്. 1, നമ്മൾ ഈ പ്രത്യേകമായിരിക്കുന്ന 3 കാര്യങ്ങൾ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, എന്തിനെ അത് ചൂണ്ടിക്കാണിക്കുന്നു? നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ പ്രത്യേകമായിരിക്കുന്ന ചടങ്ങും അതോടൊപ്പം തന്നെ ഒരു കുഷ്ഠരോഗി ശുദ്ധനായി തീർന്നുവെങ്കിൽ ആ ശുദ്ധനായി തീർന്ന കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ കർമ്മമുണ്ട്. ആ ശുദ്ധീകരണ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് വീട്ടിൽ പോയി പഠിക്കാമെന്നുണ്ടെങ്കിൽ ഒന്ന് പഠിക്കുക, കുഷ്ഠരോഗിയുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് പഠിക്കുക. കുഷ്ഠരോഗിയുടെ അവസ്ഥയെന്ന് പറഞ്ഞ് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞു വരുന്നത് ലേവ്യ പുസ്തകം 13-14 അധ്യായങ്ങൾ പഠിക്കുക. പ്രധാനമായിട്ട് ആ വിഷയം വെളിപ്പെടുത്തുന്നത് ഒരു കുഷ്ഠരോഗി എന്ന് പറഞ്ഞാൽ സിന്നർ, സ്പിരിച്വൽ സിന്നറിൻ്റെ അവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏത് ഒരു സിന്നർ, ഒരു പാപിയും അവൻ അശുദ്ധനാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ ഇവിടെ കുഷ്ഠരോഗി ശുദ്ധനായി തീർന്നുവെങ്കിൽ നിങ്ങൾക്കറിയാം ഈ കുഷ്ഠരോഗത്തിൻ്റെ ഒരു പ്രാധാന്യത ദൈവത്തിനല്ലാതെ മറ്റാർക്കും സൗഖ്യമാക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ദൈവത്തിന് മാത്രമേ അത് സൗഖ്യമാക്കുവാൻ സാധിക്കത്തുള്ളൂ. ഏത് കുഷ്ഠരോഗിയെക്കുറിച്ച് നമ്മൾ പഠിച്ചാലും പഴയ നിയമത്തിൻ്റെ പ്രമാണമനുസരിച്ച് അവനെ പാളയത്തിനകത്ത് പാർപ്പിക്കത്തില്ല, അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്താണ്. ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സ്ഥലം ഈ കുഷ്ഠരോഗികൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയാണ് അവർ പാർക്കുന്നത്. ഇവർ പാർക്കുമ്പോൾ അത് മാത്രമല്ല, ഇവർക്ക് മറ്റുള്ളവർ നടക്കുന്ന പോലെ വഴിയിൽ കൂടെ നടക്കുവാനായിട്ട് പറ്റത്തില്ല. മറ്റാരും ഇല്ലാത്ത സമയത്താണ് അവർ വഴിയിൽ കൂടെ നടക്കേണ്ടത്. നടക്കുകയാണെങ്കിലും ഈ പെതുക്കെ അവർക്ക് നടക്കുവാൻ സാധിക്കത്തില്ല, അവർ പോകണം. എന്നാൽ ഇവരെന്ത് ചെയ്യണം? ഇവർ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം, അശുദ്ധൻ 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 എന്ന് പറഞ്ഞ് അവർ വാവിട്ട് വിളിച്ചുകൊണ്ട്. കാരണം ഇവിടെ വീട്ടിനകത്ത് ആരെങ്കിലും ഒരാൾ വെളിയിലോട്ട് ഇറങ്ങാൻ ആഗ്രഹിച്ചുവെങ്കിൽ ആ സമയത്ത് അശുദ്ധൻ എന്നുള്ള വിളി കേട്ട് കഴിഞ്ഞാൽ അവർ വെളിയിലോട്ട് വരത്തില്ല. കാരണം ഒരു കുഷ്ഠരോഗിയുടെ അടുക്കൽ കടന്നു വരുന്നവരും അശുദ്ധനായി തീരും. അതുകൊണ്ട് അവൻ ഈ കുഷ്ഠരോഗി വഴിയിൽ കൂടെ നിലവിളിച്ചുകൊണ്ടാണ് കടന്നുപോയത്. എന്നാൽ ഈ വ്യക്തിക്ക് സൗഖ്യമായി കഴിഞ്ഞാൽ അവൻ പുരോഹിതന്റെ അടുക്കൽ കടന്നു ചെന്നിട്ട് ഒരു യാഗം കഴിക്കണം. അതിൽ പ്രധാനമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു പറവകളെയാണ് എടുത്തിരിക്കുന്നത്. ഒന്നിനെ ജീവന് വേണ്ടി, മറ്റൊന്നിനെ കൊല്ലുവാൻ വേണ്ടിയും. അതെന്ത് ചെയ്യണം? ഉറവുവെള്ളം ഒരല്പം എടുത്തിട്ട് അതിൽ ഒരു പക്ഷിയെ കൊന്ന് അതിൻ്റെ രക്തം അതിന്മേൽ തളിച്ചിട്ട് അതിനോട് കൂടെയാണ് ദേവദാരു. വായിച്ചിട്ട് 14-ാം അധ്യായം 6-ാമത്തെ വാക്യം, ലെവിറ്റിക്കസ് ചാപ്റ്റർ 14 വേഴ്സ് 6. ജീവനുള്ള പക്ഷി ദേവദാരു. ഈ വെള്ളമാണ് കുഷ്ഠത്തിൽ നിന്ന്, ലെപ്പസിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവൻ്റെ ദേഹത്ത് തളിക്കുന്നത്. 7 പ്രാവശ്യം തളിക്കുമ്പോഴാണ് വിശുദ്ധനായിത്തീരുന്നത്. അതിൻ്റെ പ്രൊസീഡിയേഴ്സ് വേറെ ഒത്തിരിയുണ്ട്, ബട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കുഷ്ഠരോഗി കുഷ്ഠത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുവെങ്കിൽ അവൻ്റെ കുഷ്ഠത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരുടെ ശുദ്ധീകരണത്തിൻ്റെ നിയമത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം, അതേ കാര്യമാണ് ഇവിടെയും പ്രതിപാദിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്. ഒരു കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിനായിട്ട് എന്താവശ്യമാണ് അത് മുഴുവൻ ഇവിടെയും ആവശ്യമാണ്. ഇവിടെ ഒരു വ്യത്യാസമുള്ള, ഒരു കുഷ്ഠരോഗിയാണെങ്കിൽ 2 പറവകളെയാണ് എടുക്കേണ്ടത്. അത് ഉറവെള്ളത്തിന്മേതിയാണ് ഒന്നിനെ കൊല്ലേണ്ടത്, ഒന്നിനെ വിട്ടയക്കുകയാണ്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയുള്ള വസ്തുക്കളെല്ലാം ഒരുപോലെ സെയിം ആണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും അതിനകത്തുണ്ട്. 1 ദേവദാരു, 2 ഈസോപ്പ്, 3 ചുവപ്പ് നൂല്. ഈ 3 കാര്യങ്ങളും അതിനകത്തുണ്ടായിരിക്കണം. എന്താണ് ഈ ദേവദാരു
വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ എന്തെങ്കിലും ഒരു മൃഗത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു 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 ചെടിയെ നമ്മൾ കാണുന്നുവെങ്കിൽ, എന്തെങ്കിലും ഒരു വൃക്ഷത്തെ നമ്മൾ കണ്ടാൽ, ഇതിനെല്ലാത്തിനും ആത്മീയമായിരിക്കുന്ന ഒരു പ്രത്യേകമായ ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. ചില പ്രത്യേകതകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ദേവദാരുവിന് സ്പിരിച്വലി നമ്മൾ ചിന്തിക്കുമ്പോൾ ദേവദാരു എന്തിനെ സിഗ്നിഫൈ ചെയ്യുന്നു, എന്തിനെയാണ് വെളിപ്പെടുത്തുന്നത്? നോട്ട് ചെയ്താട്ട്. ഒന്ന്, ദേവദാരു എന്തിനെ വെളിപ്പെടുത്തുന്നു? അതിനാധാരമായിട്ട് ഒരു വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട് യെഹെസ്കേൽ ചാപ്റ്റർ 31, യെഹെസ്കേൽ 31-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യം, 3 to 6. യെഹെസ്കേൽ ചാപ്റ്റർ 31 വേഴ്സ് 3 to 6. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റുള്ള സകല വൃക്ഷങ്ങളിലും ഏറ്റവും ഉയരം കൂടിയ ഒരു വൃക്ഷമാണ് ദേവദാരു. ഇതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, വളരെ വലുതായിട്ട് വണ്ണം വെക്കുന്ന ഒരു 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 വൃക്ഷമാണ് ദേവദാരു. അതിന് മറ്റുള്ള വൃക്ഷങ്ങളെപ്പോലെ കൂടുതലായിട്ട് മുട്ടുകളോ ഒന്നുമില്ല. ഒരു സ്ട്രെയിറ്റ് ആയിരിക്കുന്ന ഒരു തടിയായിരിക്കും. ഇതിൻ്റെ മൂന്നാമത്തെ പ്രത്യേകതയുണ്ട്. ഇത് ലോങ് ലിവ് ആണ്. പെട്ടെന്ന് ഇത് നശിക്കുന്നതല്ല. ഇത് ലോങ് ലാസ്റ്റിംഗ്. ഇതിൻ്റെ തടിക്കൊരു പ്രത്യേകത ഉണ്ട്. അത് ഇൻഫെക്റ്റ് പിടിക്കാത്തതാണ്. എന്ന് പറഞ്ഞാൽ ഈ തടി ഒരിക്കലും അശുദ്ധമാകത്തില്ല. മറ്റ് ഈ ആക്ച്വലി നമുക്കറിയാം, സാധാരണ തടി നശിച്ചു പോകുന്ന പോലെ ഈ തടി നശിച്ചു പോകത്തില്ല. അതുകൊണ്ട് പെർഫെക്റ്റ്ലി ഈ തടി എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുണ്ട്. ഇതിന് ചുവപ്പ് നിറവുമുണ്ട്. വായിച്ചാട്ട് 31-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. അശ്ശൂർ ദേശത്തെക്കുറിച്ച്, സിറിയ ദേശത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെടുത്തിയാണ് അശ്ശൂറിനെ കമ്പയർ ചെയ്യുന്നത്. ലെബനോനിലെ ദേവദാരു, ദ ബെസ്റ്റ് ദേവദാരു എന്ന് പറയുന്നത് ലെബനോനിലെയാണ്. നിങ്ങൾക്കറിയാം, ദേവാലയം പണിവാനായിട്ട് ശലോമോന് എത്തിച്ചു കൊടുത്തത് എന്തായിരുന്നു? ദേവദാരു. അരമന പണിയുവാൻ ഇതിനെല്ലാം ഉപയോഗിക്കപ്പെട്ട തടി ദേവദാരു. കാരണം ഇതാണ് ഒരു ലോങ് ലാസ്റ്റിംഗ്. അതുകൊണ്ട് ആ തടിയാണ് പ്രിഫർ ചെയ്തത്. അപ്പോൾ ഇപ്രകാരമുള്ള ഈ ദേവദാരു, ഇതിനെക്കുറിച്ച് പറയുന്നത്, അശ്ശൂരിനെ കുറിച്ച് പറയുമ്പോൾ, സിറിയയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ഇപ്രകാരം വെളിപ്പെടുത്തുകയാണ്. സിറിയ എന്ന് പറഞ്ഞ, അശ്ശൂർ എന്ന് പറയുന്നത് ലെബനോനിലെ ദേവദാരു പോലെയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? വായിച്ചൊരു താഴെ. അതിന് ഒന്ന്, ഭംഗിയുള്ള കൊമ്പുകളുണ്ട്. യെസ്. 2, അത് തണൽ കൊടുക്കുന്നതാണ്. 3, അത് വളരെ പൊക്കത്തിൽ അത് വളരുന്നതാണ്. 4, അപ്പോൾ ഇവിടെ അശ്ശൂറിനെ കുറിച്ച് പറയുകയാണ്. അശ്ശൂർ ഒരു ദേവദാരുവായിരുന്നു. ദേവദാരുവിൻ്റെ എന്ത് പ്രത്യേകതയാണോ ഈ അശ്ശൂരിനുണ്ടായിരുന്നത്? ഒന്നാമത്തെ പ്രത്യേകത പറയുന്നത് അതെന്തായിരുന്നു? ഇറ്റ്സ് ലുക്സ് ബ്യൂട്ടിഫുൾ. അത് മനോഹരമാണ്. രണ്ടാമത് അതിൻ്റെ പ്രത്യേകത പറഞ്ഞത് അത് മറ്റൊരു തണൽ കൊടുക്കുന്നതാണ്. അതിൻ്റെ കീഴിൽ ഉള്ളവർക്ക് ആശ്വാസമുണ്ട്. മൂന്നാമത്തെ അതിൻ്റെ പ്രത്യേകത പറയുന്നത് വളരെ പൊക്കത്തിൽ വളരുന്നതാണ്. അപ്പോൾ വളരെ ഉയർച്ചയിൽ വളരുന്നതായിരിക്കുന്ന മറ്റെല്ലാവരാലും കാണപ്പെടുവാൻ സാധിക്കുന്നതായിരിക്കുന്ന വളരെ ഭംഗിയുള്ളതായിരിക്കുന്ന ഒരു ദേവദാരുവിനെയാണ് ഇവിടെ അശ്ശൂരുമായിട്ട് സിറിയയോടുകൂടെ ചേർത്ത് ദൈവം ഞാൻ തന്ന വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചുകൊള്ളണം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇത് സംതിങ് മാർവലസ്. ചില വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്താട്ട് നിങ്ങൾ പോയി വീട്ടിൽ പോയി വായിച്ചുകൊള്ളുക. 2 ശമൂവേൽ ചാപ്റ്റർ 5 വേഴ്സ് 11. 2 Samuel chapter 5 verse 11, 1 King chapter 6 verse 9, 1 King chapter 6 verse 9, Ezekiel chapter 27 verse 5, Psalms 92 verse 12, Song of Songs, ഉത്തമഗീതം 5-ാം അധ്യായം 15, 5 chapter verse 15, Yeshaya chapter 2 verse 13, Yeshaya 2:13. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. 2 Samuel chapter 5 verse 11, 1 King chapter 6 verse 9, Ezekiel chapter 27 verse 5, Psalms 92 verse 12, Song of Songs chapter 5 verse 15, Yeshaya chapter 2 verse 13.
ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണുവാൻ സാധിക്കും ദേവദാരുവിനെക്കുറിച്ച് അവിടെ കാണുന്നു. അപ്പോൾ എന്താണ് വാസ്തവമായിട്ടൊരു ദേവദാരു എന്ന് വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്കറിയാം അതിൻ്റെ പ്രഭാവത്തോടുകൂടെ അതിൻ്റെ പ്രൗഢിയോടുകൂടെ നിൽക്കുന്ന ഒരു വൃക്ഷമാണ് ദേവദാരു. ആഫ്റ്റർ ഓൾ നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് ക്വാളിറ്റീസ് നമ്മളെടുത്ത് പഠിക്കാമെങ്കിൽ നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ അതാണ്. അതിൻ്റെ പ്രൗഢിയോടുകൂടെ അതിൻ്റെ മഹത്വത്തിൽ നിൽക്കുന്ന ഒരു മരമാണോ ദേവദാരു? അങ്ങനെയെങ്കിൽ എന്താണ് ഇവിടെ ഒരു കുഷ്ഠരോഗിയുടെ പ്രത്യേകത? നിങ്ങൾക്കറിയാം, ഒരു കുഷ്ഠരോഗിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ സമൂഹത്തിൽ കൊള്ളരുതാത്തവനാണ്. അവൻ ഒരു രീതിയിലും മുൻപോട്ട് അവന് കടന്നു പോകാൻ സാധ്യമല്ല. വാസ്തവത്തിൽ ഒരു തളർന്നിരിക്കുന്ന ഒരു വൃക്ഷമെന്ന് പറയപ്പെടുവാൻ തക്കവണ്ണം യോഗ്യമായിരിക്കുന്ന ഒന്നാണ് ഒരു കുഷ്ഠരോഗി. എങ്കിൽ ഈ കുഷ്ഠരോഗിക്ക് ദേവദാരു കൊണ്ടൊരു ശുദ്ധീകരണം വരുത്തുവാൻ ദൈവം കൽപ്പിച്ചപ്പോൾ ദേവദാരുവിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ദൈവം അവനിൽ കൂടെ കാണുവാൻ സാധിച്ചത്. എന്ത് ക്വാളിറ്റി അവിടെ കാണുവാൻ സാധിച്ചത്? ദ സ്ട്രെങ്ത് ആൻഡ് സൗണ്ട്നെസ്, അതിൻ്റെ ശക്തി. ഈ കുഷ്ഠരോഗം കഴിഞ്ഞതായ വ്യക്തി ദേവദാരു അത് കാണുമ്പോൾ ആ ദേവദാരുവിൻ്റെ സൗണ്ട്നെസ്, അത് പെർഫെക്റ്റ്നെസ്, അതോടൊപ്പം തന്നെ സ്ട്രെങ്ത്, അതിൻ്റെ ആരോഗ്യം, അതാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ദേവദാരു കൊണ്ട് വെളിപ്പെടുവാൻ ഇതേ കാര്യമാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ എന്താ വിഷയം? ഈ നിർമ്മലജലം തളിക്കുവാനായിട്ട് വരുന്ന ഒരു വ്യക്തി എന്തിനാണ് നിർമ്മലജലം തളിക്കുന്നത്? ദൈവത്തോട് പറയുന്നത്, ദൈവമേ, ഞങ്ങൾ സമാഗമന കൂടാരത്തോട് അടുക്കുന്ന ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ചത്തൊടുങ്ങുക. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഒരു ശുദ്ധീകരണം? മുൻപിൽ നിൽക്കുവാൻ സാധിക്കാത്തത്, മുൻപിൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കാത്തത്, ദൈവത്തിന് മുൻപാകെ നിൽക്കുവാൻ സാധിക്കാത്തത്, ഈ ദേവദാരു കൊണ്ട് അതിനെ പരിപൂർണമായി കരിച്ചിട്ട് ആ ദേവദാരു കൊണ്ട് ഒരു ശുദ്ധീകരണം കഴിയുമ്പോൾ അവിടെ ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ്, നിന്റെ പഴയ ശക്തിയിലേക്ക് മടങ്ങി വരിക, പഴയ അധികാരത്തിലേക്ക് മടങ്ങി വരിക, പഴയ കഴിവിലേക്ക് മടങ്ങി വരിക. അപ്പോൾ ഇവിടെ യോഗ്യമല്ലാത്തൊരു വ്യക്തി, പാപിയായിരിക്കുന്ന ഒരു വ്യക്തി, മരിക്കപ്പെടുവാൻ യോഗ്യനായിരിക്കുന്ന ഒരു വ്യക്തി, അവൻ മടങ്ങി വരികയാണ്. ദൈവത്തിൻ്റെ ബലത്തിലേക്ക് അവൻ മടങ്ങി വരികയാണ്. രണ്ട് മുൻപോട്ട് ഞാൻ കടന്നുകൊണ്ട് ഹീസോപ്പ്. എന്താണ് ഹീസോപ്പ് വെളിപ്പെടുത്തുന്നത്? ഈസോപ്പ് വെളിപ്പെടുത്തുന്നത് നിങ്ങൾക്കറിയാം, ഈസോപ്പ് എന്ന് പറയുന്നത് ഒരു ഡിറ്റർജൻ്റാണ്. നിങ്ങൾക്ക് ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു, ഈ സോപ്പ് കൊണ്ട് തന്നെ, ഈ സോപ്പ് കൊണ്ടല്ല, ഈ സോപ്പ് കൊണ്ട് തന്നെ ശുദ്ധീകരിക്കണമേ. അപ്പോൾ ഈസോപ്പ് എന്ന് പറയുന്നത് അതൊരു ചെടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത കാണുവാൻ സാധിക്കും. 1 Kings chapter 4 verse 33. 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 33-ാമത്തെ വാക്യം. ലെബനോനിലെ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈ സോപ്പ് വരെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ലോകത്തിലെ സകലവിധമായിരിക്കുന്ന വൃക്ഷങ്ങളെയും അല്ലെങ്കിൽ ചെടികളെയും രണ്ട് ഗണത്തിൽ കൊണ്ട് വെക്കുവാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ സുപ്പീരിയർ ഗ്രേഡ് പോയിരിക്കുന്നത് ഏതിനാ? ലെബനോനിലെ ദേവദാരു. ഏറ്റവും ലീനിയൻ്റായിട്ട്, ഏറ്റവും ചെറുതായിട്ട് കാണുന്ന ഏതാ? ഈ മതിൽമേ മുളയ്ക്കുന്ന ഈ സോപ്പ് എന്ന് പറഞ്ഞാൽ, ഈ സോപ്പ് എന്ന് പറഞ്ഞാൽ വിലയില്ലാത്ത ഒന്നാണ്, വളരെ നീചമായിരിക്കുന്ന ഒന്ന്, നേരെ നിൽക്കുവാൻ പോലും കഴിവില്ല, നേരെ നിൽക്കാൻ പോലും സാധ്യമല്ല. എങ്കിലും ഒന്ന് മനസ്സിലാക്കണം, നേരെ നിൽക്കുവാൻ സാധിക്കാത്തതായിരിക്കുന്ന ഈ സോപ്പിന്, ഈ ചുവരിന്മേൽ മുളച്ചു വരുന്നതായിരിക്കും ഈ സോപ്പിന് നേരെ നിൽക്കുവാൻ സ്റ്റഡിയായിട്ട് അത് പോകുന്നത് ഒരു കട്ടൻ പ്ലാന്റ് പോലെ അത് പറ്റിപ്പിടിച്ചാണ് പോകുന്നതെങ്കിൽ നേരെ നിൽക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, ദൈവത്തിന് അതിനെക്കൊണ്ടൊരു ഉദ്ദേശമുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു പക്ഷെങ്കിൽ ഭവനത്തിൽ നീ ഈസോപ്പായിരിക്കാം, സഭയിൽ നീ ഈസോപ്പായിരിക്കാം, മറ്റുള്ളവർക്ക് ആർക്കും ഒരു ബഹുമാനം ഇല്ലാത്ത വ്യക്തിയായിരിക്കാം. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ദൈവത്തിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്. ദൈവത്തിന് ഈസോപ്പിനെ കൊണ്ട് ആവശ്യമുണ്ട്. ദൈവത്തിന് ഒരു ശുദ്ധീകരണം വരുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു ശുദ്ധീകരണം നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, ദൈവം തിരഞ്ഞെടുത്തത് ഈസോപ്പിനെയാ തിരഞ്ഞെടുത്തത്. എന്താ ഈസോപ്പ് ചെയ്യുന്നത്? ഈസോപ്പ് കൊണ്ട് ശുദ്ധീകരണം നടക്കുക. ഇത് ശുദ്ധീകരിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്കറിയാം എന്താണ് ശുദ്ധീകരിക്കുന്നത്? ഒരു കുഷ്ഠരോഗിക്ക് ഒരു ശുദ്ധീകരണം വേണം. എന്താ ആ കുഷ്ഠരോഗം എന്ത് വരുത്തുന്നു? അവനിൽ തന്നെ ഒരു നാറ്റം വരുത്തുക.
നിങ്ങൾക്കറിയാം, സാധാരണയായിട്ട് ഒരു കുഷ്ഠരോഗി അതിലെ സീരിയസ് ലെവലിൽ കിടക്കുമ്പോൾ ഒരു മനുഷ്യൻ പോലും അടുക്കുവാനായിട്ട് സാധ്യമല്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ എന്നോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, ഞാൻ ഇന്ന സ്ഥലത്തൊരു കുഷ്ഠരോഗ ആശുപത്രി ഞാൻ കടന്നുപോയി. ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച, അവിടെ വളരെ അന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം 8-10 വർഷത്തിന് മുൻപാണ്, അന്ന് കേരളത്തിലെ ഒരു നമ്പർ 1 കുടുംബത്തിലെ ഒരപ്പച്ചനെ ഞാൻ അവിടെ കണ്ടു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒരൊറ്റ മനുഷ്യന് പോലും ഈ അപ്പച്ചനവിടെ മക്കളെല്ലാം കൈവിട്ടു, എല്ലാവരും ഭാര്യ കൈവിട്ടു, എല്ലാവരും കൈവിട്ടു. ഈ അപ്പച്ചൻ ഒറ്റയ്ക്ക് അവിടെ കിടക്കുക. നോക്കുമ്പോൾ തൻ്റെ കൈകളിൽ പല ഭാഗങ്ങൾ മുറിയപ്പെട്ട് കിടക്കുക. കാരണം ഈ കുഷ്ഠമെന്ന് പറയുന്നത് ദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നതാ, ശരീരം ദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. വ്രണം വമിക്കപ്പെട്ടവനായിട്ട് അടുത്തുപോലും ആർക്കും ചെല്ലുവാൻ സാധിക്കാത്തവനായിട്ട് നാറ്റം വെച്ചായിരിക്കുന്ന അവസ്ഥയിൽ അവൻ കിടക്കുക. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഒരു ശുദ്ധീകരണമാണ് ഇവിടെ ആവശ്യമായിരിക്കുന്നത്. ഒരു കുഷ്ഠരോഗിക്ക് തൻ്റെ നാറ്റമൊന്ന് മാറ്റപ്പെടണമെങ്കിൽ അവനൊരു ശുദ്ധീകരണം ആവശ്യമാണ്. ആ ശുദ്ധീകരണം നടക്കേണ്ടത് ഈ സോപ്പ് കൊണ്ടാണ് ശുദ്ധീകരിക്കേണ്ടത്. എന്താണ് ഈ സോപ്പ് കൊണ്ട് ശുദ്ധീകരിക്കുമ്പോൾ സംഭവിക്കുന്നത്? അവൻ്റെ സകല നാറ്റങ്ങളും മാറ്റപ്പെട്ട്, അവൻ്റെ സകലതുമായിരിക്കുന്ന അകൃത്യങ്ങൾ മാറ്റപ്പെട്ട്, എല്ലാവിധമായ ഹീനത മാറ്റപ്പെട്ട് അവൻ ശുദ്ധിയുള്ളവനായിട്ട് വെളിയിൽ കടന്നു വരികയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ നിർമ്മലജലം ഒരു വ്യക്തിയുടെ മേൽ തളിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കറിയാം ആരുടെ മേലാണ് തളിക്കുന്നത്. മനുഷ്യൻ്റെ മരണത്തോട് ആരെങ്കിലും മരിച്ചു, ആ മരിച്ച ശവശരീരത്തോട് അടുക്കുന്ന അവക്കാണ് ഈ ശുദ്ധീകരണം വെച്ചിരിക്കുന്നത്. അപ്പോൾ മരണം എന്തിനെ വെളിപ്പെടുത്തുന്നു? പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപം എന്തിനെ വെളിപ്പെടുത്തുന്നു? ഏത് പാപത്തിനും എന്തുണ്ട്? അശുദ്ധമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, വേദപുസ്തകക്കാർ പറയുന്നു, അതേ, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാപത്തിന് അശുദ്ധിയുണ്ട്, പാപത്തിന് ഒരു കളർ മാറ്റമുണ്ട്. ഞാൻ കടന്നു വരുന്നുണ്ട് അടുത്ത വിഷയത്തിൽ. പാപത്തിനൊരു കളർ മാറ്റമുണ്ട്, പാപത്തിനൊരു അശുദ്ധിയുണ്ട്. ഈ മരണകരമായിരിക്കുന്ന പാപത്തിൻ്റെ അശുദ്ധിയിൽ നിന്ന് ഈ ഈസോപ്പ് നമ്മെ ശുദ്ധീകരിക്കുക. അപ്പോൾ ഈസോപ്പിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ശുദ്ധീകരണം. മൂന്നാമതായിട്ട് സ്കാർലറ്റ്, ചുവപ്പ് നൂല്. എന്താണ് ചുവപ്പ് നൂല്? നിങ്ങൾക്കറിയാം, ആ നൂല് വളരെ വിലയുള്ളതാണ്. അതിനെ ഒരു പട്ടുകളെ കക്കയിൽ നിന്നാണ് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇപ്രകാരമുള്ള കക്കയിൽ നിന്ന് എടുക്കപ്പെടുന്നതായിരിക്കുന്ന ആ ചുവപ്പ് നൂല് അത് എന്ത് കൊടുക്കുന്നു? ഈ മനുഷ്യൻ, അശുദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു കുഷ്ഠരോഗിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ എന്ത് സംഭവിച്ചു? തൻ്റെ നിറമെല്ലാം മാറ്റപ്പെട്ടു, മുഴുവൻ വെളുപ്പ് നിറമായി, വേണ്ടാത്തായിരിക്കുന്ന ഒരു നിറത്തിന് താൻ അടിമയായിത്തീർന്നു. ഹീനമായിരിക്കുന്ന ഒരു നിറത്തിന് താൻ അടിമയായിരുന്നു. തൻ്റെ ഉള്ള നിറങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഈ നിറമില്ലാത്തൊരവസ്ഥയിലേക്ക് അവൻ മാറ്റപ്പെട്ടപ്പോൾ ഈ വ്യക്തിയെ എന്ത് ചെയ്യുക? ഒരു ചുവപ്പ് നൂല് അതിനകത്തിട്ട് അതിൽ മുക്കി ശുദ്ധീകരണം കഴിക്കുമ്പോൾ വെളിപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. നിന്റെ നിറം ഞാൻ മടക്കിക്കൊണ്ടുവരികയാണ്, നിന്റെ നിറം ഞാൻ മടക്കിക്കൊണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കുഷ്ഠരോഗി ശുദ്ധമാക്കപ്പെടുമ്പോൾ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, അവൻ്റെതായ ഹീനമായിരിക്കുന്ന അവസ്ഥയെ മാറ്റപ്പെട്ടുകൊണ്ട് അവൻ വലിയ ഉയർത്തെഴുന്നേൽപ്പ് നടത്തുകയാണ്. 2, അവൻ ചെയ്യുന്നത് അവൻ്റെ നാറ്റങ്ങളെ പരിപൂർണമായിട്ട് ഈ സോപ്പ് മാറ്റപ്പെടുകയാണ്. 3, അവൻ്റെതായിരിക്കും നിറത്തെ ഈ ചുവപ്പ് നൂൽ മാറ്റുക, പഴയ നിറത്തിലേക്ക് അവൻ മടങ്ങി വരിക. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെയും അതുതന്നെയാണ് വിഷയം. ഇവിടെ പാപിയായിരിക്കുന്ന ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? അവൻ്റെ നിറം മാറ്റപ്പെട്ടു, അവൻ ഒരു നാറ്റമുള്ളവനായിത്തീർന്നു. അവൻ എന്ത് സംഭവിച്ചു? നേരെ നിൽക്കുവാൻ സാധിക്കാതെ, അവൻ നേരെ പോകുവാൻ സാധിക്കാതെ അവൻ മാറി നടക്കേണ്ട ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്നു. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഇത് 3ഉം കൂടെ ആ തീയിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ദഹിപ്പിച്ചിട്ട് അതിനകത്ത് നിന്ന് ഒരു ചാരം വാരുന്നു, ഹോൾ ചാരം വാരുക. അതാരാ വാഴേണ്ടത്? ഒരു ശുദ്ധിയുള്ള മനുഷ്യൻ. ഞാൻ വീണ്ടും നമ്പേഴ്സ് 18 കടന്നു വരികയാണ്, 19 കടന്നു വരികയാണ്. ഒരു ശുദ്ധിയുള്ള മനുഷ്യൻ ആ ചാരം വാരി അതുകൊണ്ട് മാറ്റി വെക്കണം. എവിടെ വെക്കണം? ഇതാണ് നിർമ്മലജലം തളിക്കുവാൻ തക്കൊണ്ട് ഉപയോഗിക്കുന്നത്. എന്താണ് ഇവൻ ചെയ്യേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രത്യേകമായിരിക്കുന്ന ആ ചാരം അത് ഒരു വ്യക്തിയുടെ പാപത്തിന് വേണ്ടിയല്ല, ഫോർ ദ ഹോൾ ഇസ്രായേൽ, ഇസ്രായേൽ മക്കളുടെ മുഴുവൻ പാപത്തിനും നിർമ്മലജലം തളിക്കുവാൻ ഇതാണ് വേണ്ടത്. എന്താ വേണ്ടത്? പാപം ചെയ്തുവെന്ന് ഒരു ശവത്തോട് അശുദ്ധമായി തീർന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ അശുദ്ധമായി തീർന്നു. എപ്പോൾ? അവൻ്റെ ആ ശുശ്രൂഷകൾ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായോ, ഇസ്രായേൽ പാളയത്തിൽ ഏകദേശം 40 പേര് മിനിമം ഒരു ദിവസം മരിക്കുന്നു. ഇപ്രകാരം മരിച്ചുകൊണ്ടിരിക്കുന്ന പാളയത്തിൽ ഒരടക്കം കൊടുക്കണമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിന് ഹിതമാണ്.
ശുദ്ധമാണ്. അപ്പോൾ മരിച്ചുപോയ വീട്ടിൽ മരിച്ചുവെങ്കിൽ വീട്ടുകാർ മുഴുവൻ അശുദ്ധരാ. ആരെല്ലാം ശവത്തെ തൊടുന്നുവോ അത് മുഴുവൻ അശുദ്ധരാ. ആര് ശവത്തിന് വേണ്ടി കുഴി കുഴിക്കുന്നുവോ അവരശുദ്ധരാ എന്ന് വേണ്ടത് മുഴുവൻ അശുദ്ധരാകുന്നുവെങ്കിൽ ഈ അശുദ്ധി മാറ്റപ്പെടുവാനാണ് ഈ നിർമ്മല ജലം തളിക്കുന്നതെങ്കിൽ എപ്പോൾ ഈ സകല ശുശ്രൂഷയും ചെയ്ത് കഴിയുമോ ആ ദിവസം തൊട്ടാണ് എണ്ണുന്നത് നിർമ്മല ജലം തളിക്കുവാൻ. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ വേർഡ്. എപ്പോഴാണ് ഈ ശുശ്രൂഷ മുഴുവൻ നടക്കുന്നത് അതിന് ശേഷമാണ് നിർമ്മല ജലം തളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ അടക്കം പകുതിയാക്കിയിട്ട് ഈ നിർമ്മല ജലം തളിക്കുവാൻ ദൈവ വ്യവസ്ഥയില്ല. നിന്റെ ജോലി പരിപൂർണമായി തീർത്തിട്ട് പരിപൂർണമായിട്ട് അവസാനിപ്പിച്ചിട്ട് ഫോഴ്സബിളി നിനക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, നിന്റെ പാപം കൂടെ ഇരിക്കുമ്പോൾ നിനക്ക് നിന്റെ മേൽ നിർമ്മല ജലം തളിക്കുവാൻ സാധ്യമല്ല. എപ്പോൾ നീ പാപത്തിൽ നിന്ന് പരിപൂർണമായി മാറ്റപ്പെടുന്നുവോ, എപ്പോൾ നീ പാപത്തിൽ നിന്ന് പരിപൂർണമായി വിടുവിക്കപ്പെടുമോ ആ ദിവസം മുതലാണ് മുൻപോട്ട് നീ എണ്ണേണ്ടത്. 3-ാം ദിവസം നിർമ്മല ജലം നിന്റെ മേൽ തളിക്കണം. എങ്ങനെയാ തളിക്കുന്നറിയാമോ? ഉറവ് വെള്ളം എടുത്തിട്ട് ഈ ഒഴുക്ക് വെള്ളം എടുക്കണം. ഒഴുക്ക് വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഒരല്പം ഈ പത്തിയമാർക്ക് ചാരവും അതിനകത്തിട്ട് ഈ ചാരം ഈ പത്തിയമാർ വെള്ളത്തിൽ കലക്കി ഈ സോപ്പ് കൊണ്ട് തളിക്കണം. എന്താ ഈ സോപ്പ് വെളിപ്പെടുത്തി നിങ്ങൾക്കറിയാം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിന്റെ അധീനതയിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് മൃഗത്തെ കൊന്നു, അവരുടെ പെസഹ കുഞ്ഞാടിനെ കൊന്നു. എന്നിട്ട് ദൈവം കൽപ്പിക്കുകയുണ്ടായി, അതിന് രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈ സോപ്പ് കൊണ്ട് കട്ടൽക്കാൽമേൽ കുറുമ്പടി മേലിൽ തളിക്കണം. എന്താ അവിടെ വെളിപ്പെടുത്തിയെന്ന് അറിയാമോ? നിങ്ങൾക്കറിയാം എന്തിനാ മൃഗത്തെ കൊല്ലുന്നത്? ദൈവം കൽപ്പിച്ചത് അക്ഷരീയമായി സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിലുള്ള വിശ്വാസം. 2, എന്ത് സംഭവിച്ചു? കട്ടൽക്കാൽമേൽ കുറുമ്പടി മേലിൽ തളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് ലോകത്തിന് മുൻപാകെ ഒരു പബ്ലിക്കായിട്ട് ഒരു കാഴ്ചയാക്കി ഒരു പ്രൊഫസ് ചെയ്യുക. എൻ്റെ വിശ്വാസത്തെ, എൻ്റെതായിരിക്കുന്ന പ്രവർത്തനത്തെ ഞാൻ ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്യുക. എന്നാൽ ഈ സോപ്പ് എന്ത് വെളിപ്പെടുത്തുന്നു? ഈ സോപ്പാണ് രക്തം തളിക്കുവാൻ കാരണമായിരിക്കുന്നുവെങ്കിൽ ഈ സോപ്പിനെ വേറെ ഇത് നമ്മൾ ചിന്തിച്ചാൽ ഇത് ഫെയ്ത്തായിട്ട് കാണുവാൻ സാധിക്കും. ഈ രക്തം ഫെയ്ത്തോടുകൂടെ തളിക്കപ്പെടുമ്പോൾ, എപ്പോൾ തളിക്കപ്പെടുന്നുണ്ട്, ഏത് വീട്ടിൽ തളിക്കുന്നുണ്ട് ആ വീട് ശുദ്ധമാകും. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരെ ഞാൻ ഓർപ്പിക്കട്ടെ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ എൻ്റെ നാവിൽ കൂടെ കടന്നു വരുമ്പോൾ, വിശ്വാസത്താലുള്ള രക്തം എൻ്റെ ഭവനത്തിന് മുൻപിൽ കടന്നു വരുമ്പോൾ, വിശ്വാസത്താലുള്ള രക്തം എൻ്റെ കട്ടിൽക്കാൽമേൽ കുറുമ്പടിമേൽ തളിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഒരു ദുഷ്ടനും കടക്കാതെ വണ്ണം അത് മതി, അത് രക്തം മതിയായതാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുന്നവർ മനസ്സിലാക്കണം, ഈ രക്തം എനിക്ക് സുരക്ഷിതമാണ്, ഈ രക്തം എനിക്ക് പരിപൂർണമായി സുരക്ഷിതമാണ്. എന്തുകൊണ്ട്? യേശുവിൻ്റെ രക്തമെന്ന് പറഞ്ഞുകൊണ്ട് 1000 പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് സുരക്ഷിതമാകത്തില്ല. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, യേശു ക്രിസ്തുവിൻ്റെ രക്തമെന്ന് വിശ്വാസത്താൽ ഒരു വേർഡ് പറയുവാൻ സാധിക്കുമെങ്കിൽ വിശ്വാസമില്ലാതെ 10,000 വാക്ക് പറയുന്നതിനേക്കാൾ വിലയുണ്ട് സഹോദര. വിശ്വാസത്താൽ യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപം പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നെന്നോ, യേശുവിൻ്റെ രക്തം എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നെന്നോ വിശ്വാസത്താൽ പറയുവാൻ സാധിക്കുമെങ്കിൽ അതിനപ്പുറത്ത് യാതൊന്നുമില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ സോപ്പ് കൊണ്ട് ആര് രക്തം തളിച്ചിട്ടുണ്ട് ആ ഭവനത്തിന്മേൽ ദുഷ്ടന് കടന്നു വരുവാൻ സാധ്യമല്ല. എന്താ വേണ്ടത്? ഈ സോപ്പ് കൊണ്ട് രക്തം തളിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്താ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം? എന്ത് ചെയ്യണം? ഈ പ്രത്യേകമായ വ്യക്തിയുടെ മേൽ 3-ാം ദിവസം ഈ വെള്ളം തളിക്കണം. 3-ാം ദിവസം മാത്രമല്ല, ദ 7th ഡേ വീണ്ടും അവൻ കടന്നു വരണം. അവൻ്റെ മേൽ ഈ വെള്ളം തളിക്കുന്നു. ഈ വെള്ളം തളിക്കുമ്പോൾ അവൻ ആരായിത്തീരുന്നു? ശുദ്ധനായിത്തീരുന്നു. അവന് വീണ്ടും എങ്ങോട്ട് കടന്നില്ല? ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നില്ല. എന്ന് പറഞ്ഞാൽ അവനൊരു ക്ലിയർ കോൺഷ്യസ് കിട്ടിയിരിക്കുക, ഒരു ശുദ്ധ മനസ്സാക്ഷി കിട്ടിയിരിക്കുക. എന്നാൽ ഒരു വലിയ വിഷയം ഇതാണ്, ഈ ശുദ്ധജലം ആര് തൊട്ടിട്ടുണ്ടോ അവരന്ന് മുഴുവൻ അശുദ്ധരാ. ഇത് ആരുടെ മേൽ വീണിട്ടുണ്ട് അവർ ശുദ്ധരാണ്, എന്നാൽ ആര് തൊട്ടിട്ടുണ്ട് അവർ അശുദ്ധരാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ശുദ്ധജലം, ഈ നിർമ്മല ജലം ദൈവം ഇസ്രായേൽ മക്കൾക്ക് മാറ്റിവെച്ചുവെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, ഇതുകൊണ്ട് ആഗ്രഹിച്ചത് ഇത്രയും വലിയ പ്രൊസീഡിയറിൽ കൂടെ കടന്നുപോയിട്ട് ഇസ്രായേൽ മക്കൾ ചെയ്യുവാനുള്ള കാരണം എനിക്കൊരു ശുദ്ധ മനസ്സാക്ഷി തരുവാനായിരുന്നുവെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം. ഇവർ പാപികളെന്ന്, ഇവർ അശുദ്ധരെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം അവർ പറയുകയാണ്, ഈ നിർമ്മല ജലം കൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണത കടന്നു വരുന്നില്ല, ഈ നിർമ്മല ജലം കൊണ്ട് ഞങ്ങൾ പരിപൂർണമായി ശുദ്ധരാകുന്നില്ല, ഈ നിർമ്മല ജലം കൊണ്ട് ഞങ്ങൾ ശുദ്ധരാകുന്നില്ല. എന്തിനെ
കാണിക്കുന്നു. വരുവാൻ പോകുന്ന ഒരു അരുമനാഥനാകുന്ന യേശുക്രിസ്തുവിന്റെ കാൽവക്രൂശിലെ മരണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തം ജഡിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ നിർജീവ പ്രവൃത്തികളെ പൊക്കി നിങ്ങളുടെ മനസ്സാക്ഷിയെ എത്ര ശുദ്ധീകരിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, എൻ്റെയും നിങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തമാണോ ഇന്ന് ശക്തമായിട്ടുള്ളത്? പഴയ നിയമത്തിന്റെ പ്രമാണങ്ങൾ കൂടെ ഒരു ചുവന്ന പശുക്കിടാവിനെ എടുത്ത് അതിനെ യാഗമാക്കി അതിന്മേൽ ഈ സോപ്പ് ദേവദാരു ചുവപ്പുന്നൂല് ഇതുമിട്ടുകൊണ്ട് ചാരമാക്കി ആ ചാരമെടുത്ത് സെപ്പറേറ്റ് ചെയ്ത് ഒരു വെള്ളം എടുത്ത് ഒരു ഒഴുക്ക് വെള്ളം എടുത്ത് ആ ഒഴുക്ക് വെള്ളത്തിൽ അല്പം ചാരം കലക്കി ഈ സോപ്പ് കൊണ്ട് തളിക്കുമ്പോൾ അവൻ ശുദ്ധനായി തീരുമെന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ ഇത്ര വലിയ പ്രക്രിയയിലേക്ക് കടന്നു പോകേണ്ട ഒരാവശ്യമില്ല. എനിക്കും നിങ്ങളുടെയും എൻ്റെയും നിങ്ങളുടെയും നിർജീവ പ്രവൃത്തികളെ പോക്കി എൻ്റെയും നിങ്ങളുടെയും മനസ്സാക്ഷിയെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അരുമനാഥനാകുന്ന യേശുവിന്റെ രക്തം ഇന്നും മതിയായതാണ്. എന്താണ് മനസ്സാക്ഷി എന്നുള്ളത് ദൈവം അനുവദിക്കുന്ന അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടച്ചാട്ടോ.